الله ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. നേരത്തെ ഞാൻ സംസാരിച്ചതിൽ ഒരു കാര്യം ഒന്നുകൂടി ക്ലാരിഫൈ ചെയ്യണം എന്ന് ഒരു സുഹൃത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് പോസ്റ്റർ ഒട്ടിച്ചാൽ കൂലിയില്ല എന്ന ചർച്ച വരാൻ കാരണം സംഘടനാ പ്രവർത്തനം ഒരു ഇബാദത്തായി കാണാൻ പാടില്ല എന്ന് നിങ്ങൾ സംഘടനക്കുള്ള ഷർത്തുകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ആ ഷർത്ത് അനുസരിച്ചാണെങ്കിൽ അതിന് കൂലി കിട്ടൂലല്ലോ എന്നാണ്. യഥാർത്ഥത്തിൽ സംഘടന നടത്തുന്ന ദീനീ പ്രവർത്തനങ്ങൾക്കൊക്കെ അതിന്റെ നിയ്യത്ത് ശരിയാണെങ്കിൽ കൂലി കിട്ടും. സംഘടന മനുഷ്യന്മാരാണ് നടത്തുന്നത്. മനുഷ്യന്മാരതിലെ നിയ്യത്ത് ശരിയായാൽ മതി, എന്നാൽ കൂലി കിട്ടും. പക്ഷെ സംഘടനയുണ്ടാക്കുന്ന ചട്ടവട്ടങ്ങൾക്കൊന്നും ഒരു ഇബാദത്തിന്റെ പരിവേഷം നൽകാൻ പാടില്ല. 5 കൊല്ലത്തിലൊരിക്കൽ സമ്മേളനം നടത്തണം, അത് നമ്മൾ തീരുമാനിച്ചതാ. അത് 6 കൊല്ലമായി പോയാൽ പടച്ചോ ശിക്ഷിക്കൊന്നുമില്ല. അത് 4.5 കൊല്ലത്ത് നടത്തിയാലും ശിക്ഷിക്കൂല. അതുപോലെ നമ്മൾ ഉണ്ടാക്കുന്നതാണ് 15-ാം തീയതി പരിപാടി നടക്കുന്നു, 10-ാം തീയതിക്കുമ്പോ പോസ്റ്റർ ഒട്ടിയിരിക്കണം, 5-ാം തീയതിക്കുമ്പോ മണ്ഡലം പ്രചരണോദ്ഘാടനം കഴിഞ്ഞിരിക്കണം. അത് തെറ്റിച്ചാൽ പടച്ചോന്റെ ശിക്ഷ കിട്ടുമോ? കിട്ടൂല. കാരണം ഇത് നമ്മൾ ഉണ്ടാക്കിയ തർത്തീബാണ്. സംഘടന ലക്ഷ്യമല്ല, സംഘടന ലക്ഷ്യത്തിലേക്കുള്ള മാർഗമാകുന്നു. ലക്ഷ്യം ദഅവത്തും അള്ളാന്റെ കൂലിയാണ്. അതിലേക്ക് നമ്മൾ കണ്ടെത്തിയൊരു ഭൗതിക വസീല മാത്രമാണ് എന്ത്? സംഘടന. ആ വസീലക്ക് നമ്മൾ ലക്ഷ്യത്തിന്റെ സ്ഥാനം കൊടുക്കരുത്. ലക്ഷ്യം ഇബാദത്താണ്, അള്ളാഹുള്ള ഇബാദത്ത്, പുണ്യകർമ്മം ചെയ്ത് പടച്ചോന്റെ കൂലി നേടലാണ്. അതിലേക്കുള്ള ഒരു വസീല മാത്രമാകുന്നു സംഘടന. അത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഷെയ്ഖ് ഹുസൈമീൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തോടൊരു ചോദ്യം വന്നു. പിന്നെ ഇന്ന് നമ്മളെ യുവാക്കൾക്കിടയിൽ ഇങ്ങനെ ജമ്മിയ ഖൈരിയകള്, യത്തീമുകളെയും മിസ്കീനുകളെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ജമ്മിയാത്തുകൾ സംഘടനകൾ ഉണ്ടാക്കുന്നതിനെ പറ്റി തർക്കം വന്നിട്ടുണ്ട്. ചില ആളുകൾ ജായിസ് അല്ല എന്ന് പറയുന്നുണ്ട്, റസൂലിന്റെ കാലത്ത് ഇല്ലാത്തെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഈ ഖിലാഫ് വർദ്ധിച്ച് യുവാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ മറ്റേ ഇരട്ടപ്പേര് വിളിക്കലും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഫനർജു യാ ഫളീലത്ത ശൈഖ് അൻ തുവജ്ജിയ നസീഹത്തൻ ലിഹഉലാഇ ശബാബ്. ഈ യുവാക്കൾക്ക് താങ്കൾ ഒരു നസീഹ കൊടുക്കണം. മസ്ഹൂബത്തൻ ബിൽ ഫത്വ ശറയ്യ, ശറയ്യായ ഫത്വകൾ സഹിതം. ഫഇന്നഹു ലഹറ ലി അന്നൽ ജമീഅ യുഹിബ്ബൂനകും വയസിഖൂന ബിഇൽമികും ജസാകുമുല്ലാഹു ഖൈറ. ഈ പറഞ്ഞ യുവാക്കളൊക്കെ നിങ്ങളുടെ വാക്കുകൾ വിശ്വസിക്കുന്നവരും നിങ്ങളെ ഇൽമ് വിശ്വസിക്കുന്നവരും നിങ്ങളെ സ്നേഹിക്കുന്നവരുമാണ്. അതുകൊണ്ട് നിങ്ങളൊരു മറുപടി പറയണം. അപ്പൊ അദ്ദേഹം ബിസ്മില്ലാ വഅലൈക്കും സലാം എന്നൊക്കെ പറഞ്ഞിട്ട് പറയാണ്, ലാ ബഅസ ബി തക്വീനി ലജ്നത്തിൻ ലിഖബൂലി സദഖാത്തി വസ്സകവാത്ത്. സകാത്തും സദഖയും സ്വീകരിക്കാനുള്ള ഒരു കമ്മിറ്റി ഉണ്ടാക്കുന്നത് തെറ്റായ കാര്യമല്ല. വഗൈരിഹാ മിനൻ നഫഖാത്തി ശർഇയ്യ, ശർഇയ്യായ മറ്റ് ചെലവുകൾക്കുള്ള റിലീഫിനൊക്കെ ഉള്ള പൈസ സ്വീകരിക്കുന്നതിനും ഒരു കമ്മിറ്റി ഉണ്ടാക്കുന്നതിന് കുഴപ്പമില്ല. ലിഅന്ന ദാലിക മിനൽ വസായിലി ഇലാ ലബ്തി ഹാദിഹിൽ ഉമൂരി. നേരത്തെ പറഞ്ഞ യത്തീമുകളെ സംരക്ഷിക്കുക, പാവപ്പെട്ടവരെ സംരക്ഷിക്കുക, അതിനൊക്കെയുള്ള കാര്യങ്ങൾ ഒന്ന് ക്രമപ്പെടുത്താൻ ഉള്ള വസീലകളിൽപ്പെട്ടതാണത്. തഹ്സീലൻ വ തൗസീഅൻ, അത് കളക്ട് ചെയ്യുന്നതിലും വിതരണം ചെയ്യുന്നതിലൊക്കെ ഒരു ക്രമീകരണം ഉണ്ടാക്കാൻ വേണ്ടി ഒരു കമ്മിറ്റിയും അതിനൊരു വ്യവസ്ഥയൊക്കെ ഉണ്ടാക്കുന്നത് നല്ലതാണ്. വഹാദാ മഖ്സൂദുൻ ശർഇയ്യുൻ, ശർഇയായ ഒരു ഉദ്ദേശം തന്നെയാണല്ലോ. കൃത്യമായി ഇതൊക്കെ വാങ്ങുക, കൃത്യമായി കൊടുക്കുക എന്നൊക്കെയുള്ള ശർഇയായ മഖ്സദാണ്. ലാ യുഖ്സദു ബിഹി ഇല്ലാ ലബ്തു ആദിൽ അശ്യാഇ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്രമപ്പെടുത്തുക എന്നതുകൊണ്ട് മാത്രമേ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. എന്നാൽ വമാകാന വസീലത്തൻ ലി മഖ്സൂദിൻ ശർഇയ്യിൻ ഫലാ ബഅസ ബിഹി, ശർഇയായ ഒരു ലക്ഷ്യത്തിലേക്കുള്ള വസീലയായി, അത് മാർഗമായി സ്വീകരിക്കുന്ന ഒരു കാര്യം, അതുകൊണ്ട് യാതൊരു തെറ്റുമില്ല. മാലം യുഖ്സദി തഅബ്ബുദ് ബിനഫ്സിൽ വസീല, ആ വസീല കൊണ്ട് ഇബാദത്ത് ലക്ഷ്യമാക്കാത്തിടത്തോളം. അപ്പൊ വസീല, ഈ പറഞ്ഞ തർത്തീബും നമ്മളുണ്ടാക്കിയ അതിനുള്ള ചട്ടക്കൂടും അതൊരു ഇബാദത്തായി കാണാൻ പാടില്ല. അതിൽ ചെയ്യുന്ന കാര്യങ്ങൾ നല്ല കാര്യങ്ങളാണോ, അത് നമ്മളെ നിയ്യത്ത് ശരിയാണോ, കൂലി കിട്ടും. അതിനു വേണ്ടി നമ്മൾ പല ചട്ടവട്ടങ്ങൾ ഉണ്ടാക്കും. അതൊന്നും ഒരു ഇബാദത്തിന്റെ പരിവേഷം കൊടുക്കാൻ പാടില്ല. അതാണ് ആ പറഞ്ഞതിന്റെ ഉദ്ദേശം. അപ്പൊ പോസ്റ്റർ ഒട്ടിക്കുന്നത് നമ്മളെ പരിപാടിയിലേക്കുള്ള നല്ലൊരു വസീലയാണ്. ഈ തിരക്ക് പിടിച്ച കാലത്ത് ആളുകൾക്ക് സംഗതികൾ കാണാൻ നല്ലൊരു പോസ്റ്റർ ഉണ്ട്, ആ പോസ്റ്റർ ഉണ്ട്, അങ്ങനെ പരിപാടി ഉണ്ടെന്ന് മനസ്സിലാക്കി, നല്ല കാര്യമാണ്. ഒരു മെസ്സേജ് അയച്ച്, അതൊക്കെ നല്ല കാര്യങ്ങളാണ്. പക്ഷെ ഉദ്ദേശം എന്തായിരിക്കണം? നമ്മളെ സംഘടനാ പരിപാടിക്ക് ധാരാളം ആള് കൂടണം, എന്നിട്ട് അത് പത്രത്തിൽ വരണം, എന്നിട്ട് നമ്മൾക്ക് സംഘടനയ്ക്ക് പേര് കിട്ടണം. ഇന്നൊക്കെയാണോ
കൂലി കിട്ടൂല. അതല്ലാത്ത ഉദ്ദേശമാണെങ്കിൽ ശരഈയായ നല്ല നിയ്യത്താണെങ്കിൽ കൂലി കിട്ടും. ഇവിടെ ഒരാൾ എഴുതി തന്നത് മുഹമ്മദ് ഷാനിദ് എന്താണ്, കേരളത്തിൽ ഇൽമുള്ള പണ്ഡിതന്മാർ കുറവായതുകൊണ്ടാണല്ലോ എല്ലാ വിഷയം ഗൾഫിലുള്ള പണ്ഡിതന്മാരുടെ അടുത്ത് പോയി സംശയ നിവാരണം നടത്താമെന്ന് പറയുന്നത്. തർക്കവിഷയങ്ങൾ വന്നാൽ രണ്ട് വിഭാഗം ഒരുമിച്ച് ഗൾഫിൽ പോയി പൈസയും സമയം വേസ്റ്റാക്കുന്നതിന് പകരം തർക്കവിഷയം കൃത്യമായി എഴുതി സംശയം ചോദിച്ച് ഇവിടെ എഴുത്ത് അയച്ചാൽ പോരെ? നിങ്ങൾ അംഗീകരിക്കുന്ന ഗൾഫിലുള്ള മുഴുവൻ പണ്ഡിത സമൂഹങ്ങൾക്കും വേണമെങ്കിൽ ഇങ്ങനെ എഴുതി ചോദിച്ചുകൂടെ? അറിവില്ലാത്ത സാധാരണക്കാരുടെ മുമ്പിൽ യായ്വാദയും സമ്മും താഴത്തും സംഘടനയും തുടങ്ങിയ വിഷയങ്ങൾ രണ്ടുകൂട്ടരെയും കാത്തു നിൽക്കാതെ സലാഹിക്ക് തന്നെ രണ്ടുകൂട്ടരെയും വാദങ്ങൾ കൃത്യമായി എഴുതി അറിയിച്ച് അവിടെ നിന്ന് കിട്ടിയ മറുപടി ഇവർക്ക് തന്നെ കാണിച്ചാൽ സംവാദങ്ങളുടെ എണ്ണവും ഈ വിഷയത്തിലെ തമ്മിലടിയും ഒഴിവാക്കാമല്ലോ. അതിനാൽ മുഴുവൻ തർക്ക വിഷയങ്ങൾ സലാഹി തന്നെ മുൻകൈയെടുത്ത് നിങ്ങളും എതിർകക്ഷികൾ അംഗീകരിക്കുന്ന പണ്ഡിതസഭയ്ക്ക് അയച്ചുകൊടുത്ത് എല്ലാ പ്രശ്നവും തീർക്കാൻ മുൻകൈ എടുക്കുമോ? ഞാൻ എഴുതി കൊടുക്കാം, പക്ഷെ ഞാൻ അവരുടെ വാദം ഞാൻ പറഞ്ഞാൽ പറയും അത് ഞങ്ങളെ വാദമല്ല എന്ന് പറയും. അത് അവരെഴുതി തരണം. ഞാൻ എന്ത് എഴുതിയാലും ഇപ്പോൾ ഒരു കുറ്റം ഉണ്ടാവും. അതൊന്നും ഞങ്ങളെ വാദമല്ല, അത് അയാളെ എഴുതി കൊടുത്തല്ലേ. എന്റെ സംശയങ്ങൾ ഞാൻ ചോദിക്കുന്നുണ്ട്. ഇപ്പൊ ലജ്നല് ചോദിക്കാൻ പറഞ്ഞ പോലെ എന്താ പറഞ്ഞത്, ഞങ്ങൾക്ക് ആർക്കും ഈ സെറ്റപ്പിനെ പറ്റി സംശയമല്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കണ്ടെന്ന് പറഞ്ഞത്. മിഞ്ഞാന്ന് ഒരാൾ പറഞ്ഞത് പണ്ട് ഷെയ്ഖ് റബി ഇവിടെ KNMന്റെ അതിഥിയായി വന്നിട്ടുണ്ട്, അന്ന് മുതൽക്കേ സംശയമില്ലാത്താണ്. ഏത് കാലത്തെ കേമോലിയറ്റുള്ള കാലത്താവും എനിക്കറിഞ്ഞൂടാ. വളരെ മുമ്പ് 10-12 കൊല്ലം മുമ്പ് എന്നോട് ഷെയ്ഖ് റബി ഇവിടെ വന്ന കാര്യം ഞാൻ മുമ്പവിടെ വന്നിട്ടുണ്ട്. എനിക്ക് ഓർമ്മ വെച്ചിട്ട് ഷെയ്ഖ് റബി ഇവിടെ വന്നിട്ടില്ല. എനിക്കിപ്പോ വയസ്സ് 48ആയി. ഒരു 10-18 വയസ്സിന് ശേഷമുള്ളതൊക്കെ എനിക്കും ഏതായാലും ഓർമ്മയുണ്ട്. 10-28 കൊല്ലം മുമ്പ് വന്നിട്ടില്ല. അപ്പൊ അതിനു മുമ്പുള്ള KNM KP ഒക്കെ ഉള്ള കാലത്ത് അൽഹംദുലില്ലാ നല്ല KNM ആയിരിക്കും. KP എന്ന് പറഞ്ഞ ഗൾഫിലെ പണ്ഡിതന്മാരുടെയൊക്കെ ആശയങ്ങളൊക്കെ വളരെ ബഹുമാനത്തോടെ കാണുന്ന ആളാണ്. അപ്പൊ ഷെയ്ഖ് റബി എന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഈ പേര് ശരിയില്ല, പേര് മാറ്റണം, നദുത്തുൽ മുജാഹിദിന്റെ പേര് മാറ്റണം, നിങ്ങൾ ഈ മൻഹജ് മാറ്റം വരുത്തണം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ സെറ്റപ്പിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കണ്ടെന്ന് പറഞ്ഞത് എന്നാണ് അവരിപ്പോ പറയുന്നത്. അതുകൊണ്ട് എനിക്ക് സംശയമുള്ളത് ഇൻഷാ അല്ലാഹ് ഞാൻ തന്നെ ചോദിക്കും. മൻഹജ് ഉണ്ടാക്കാനും ഷർത്തുകളെക്കുറിച്ച് ചോദിക്കാനും വിദേശ പണ്ഡിതന്മാരോട് ചോദിക്കണമെന്ന വാദമുണ്ടല്ലോ, അവർ ചോദിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിച്ചൂടെ? ഇപ്പൊ നേരത്തെ പറഞ്ഞു ഞാൻ ചോദിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ഞാൻ ചോദ്യമൊക്കെ തയ്യാറാക്കിയിട്ട് ആദ്യം ഞാൻ അത് കഴിഞ്ഞ ഗൾഫ് പോക്കെന്നെ ചോദ്യം തയ്യാറാക്കിയിരുന്നു. ഞാൻ ഒറ്റക്ക് നിൽക്കണോ അതല്ല ഈ കൂട്ടായ്മന്റെ ഒപ്പം നിൽക്കണോ? അപ്പൊ സാലിം ഖാന്റെ മോനെ കൊണ്ട് ടൈപ്പ് ചെയ്യാൻ കൊടുത്ത മൂപ്പര് കണ്ട് എനിക്ക് പറ്റിയൊരു അബദ്ധമാണ്. അപ്പോ സാലിം ഖാൻ അയച്ചു കൊടുക്കാൻ പാടില്ല, അതും പറയണതിൽ അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട്, മൂപ്പര് പറഞ്ഞ മാതിരിയൊക്കെ ഞാൻ തിരുത്തി എഴുതി. എന്നിട്ട് പറഞ്ഞു ഇജ്ജ് ഒറ്റക്ക് കൊടുക്കണ്ട, നമുക്ക് ലജ്ജിന് ഒന്നിച്ചു കൊടുക്കാം, ആയിക്കോട്ടെയാണ്. ഇവിടെ വന്നപ്പോ മൂപ്പര് പറയാണ് ഗൾഫിലെ പണ്ഡിതന്മാരോട് ചോദിച്ചിട്ട് കാര്യമല്ല, അവർക്ക് ഇവിടുത്തെ സാഹചര്യം മനസ്സിലാവില്ല, ഓല് 2 തരം പത്തുവയും കിട്ടും, ഞാൻ തന്നെ വേണമെങ്കിൽ 2 പത്തുവയും വാങ്ങിത്തരാം, പറ്റൊന്നും പറ്റില്ല എന്ന് ഞാൻ തന്നെ വാങ്ങിത്തരാം. അപ്പൊ ഹുസൈൻ സൽഫി പറഞ്ഞു അതങ്ങനെ തന്നെയാണ്, ഒരു കുറച്ച് സാഹചര്യം തിരിയില്ല. അപ്പൊ എന്തായി, ഞാൻ എഴുതിക്കൊണ്ടിരുന്നു എല്ലാവർക്കും കൂടി കൊടുക്കാൻ വേണ്ടി എന്റെ കത്തൊക്കെ രൂപമൊക്കെ മാറ്റി പുത്തക്കല്ലിമിന്റെ സീഗൊക്കെ മാറ്റി ജമ്മിന്റെ സീഗൊക്കെ ആക്കി പോയിരുന്നു. പക്ഷെ ഒരു കാര്യം ഉണ്ടായില്ല. എന്നിട്ട് പിന്നെ കത്തി ഞാൻ ഇപ്പൊ വേറെ തയ്യാറാക്കാണ്. നുണ പറയരുത് എന്നാണ് അവസാനം വരെ റൌഫ് നദി പറഞ്ഞത്. കോഴിക്കോട് ഗ്രൂപ്പ് മീറ്റിംഗിൽ 6 പേർ എന്നാണ് നിങ്ങൾ പറഞ്ഞത്, അത് 13 പേരല്ലേ? ഇക്ബാൽക്ക ഈ സംഘത്തിന് നമുക്ക് മാറി നിൽക്കാമെന്ന് പറഞ്ഞില്ലേ? നിങ്ങളാ മറുപടി പറയേണ്ടത്. 24-25 മഞ്ചേരിയിൽ ദായിമാർ മാത്രമല്ല മറ്റുള്ളവരും ഇവിടെയോ? ഇവിടേക്ക് എന്നെ സലാഹി ക്ഷണിച്ചപ്പോൾ എത്ര ഇത് ദായിമീറ്റ് എന്നാണ് പറഞ്ഞത്. കത്ത് പുറത്തു വിട്ടതിനെ ന്യായീകരിച്ചവർ ചെയ്തത് തെറ്റാണെങ്കിൽ നമ്മൾ ചെയ്തതും തെറ്റ്, അവർ തോപ ചെയ്താൽ നമ്മളും തോപ ചെയ്യാം, ഇത് ശരിയാണോ? അഷ്കർ സലഫി. അഷ്കർ ദായി എന്നുള്ള നിലക്ക് തന്നെ ഞാൻ വിളിച്ചത്. ഞാൻ ദായിമാരെ തന്നെ വിളിച്ചിട്ടുള്ളൂ, ദായിമാരോട്. പിന്നെ ഇവിടെ സംഘാടകരായിട്ട് ഇതിന്റെ കുറച്ച് ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അതല്ലാത്ത ചില ആളുകൾക്ക് അവർ സ്വന്തം നിലക്ക് മറ്റു പലരും കേട്ടറിഞ്ഞ് വന്നിട്ടുള്ളതാണ്. വരണ്ടാന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല, അത് ശരിയാണ്. ഞാൻ ദായിമാരെ പ്രത്യേകം വിളിക്കാനാണ് ഈ മീറ്റിംഗ് ഉദ്ദേശിച്ചത്. ഞാൻ ദായിമാരെ വിളിച്ചിട്ടുള്ളൂ. ഞാൻ പലർക്കും മെസ്സേജ് അയച്ചതും 160ഓളം ആളുകളുടെ ലിസ്റ്റ് ഞാൻ വേറൊരാളെ ഏൽപ്പിച്ച് അയാളെ കൊണ്ട് മെസ്സേജ് അയപ്പിച്ചതും ജാമിയൽ ഹിന്ദിന്ന് തയ്യാറാക്കിയ ദായി ലിസ്റ്റ് അനുസരിച്ചാണ്. എന്റെ സ്വന്തം ദായി ലിസ്റ്റ് അല്ല. അതിൽ 160 ആളുണ്ട്. അതിൽ 5-6 ആളെ ഫോൺ നമ്പർ ഇല്ല, ബാക്കി 155 ആളുകളുണ്ട്. പിന്നെ എന്റെ ഫോണിൽ ആരുടെയൊക്കെ നമ്പറുകളുണ്ടോ അതിൽ ചെറുതും വലുതും ഒന്നും നോക്കാതെ പലരും, ചിലരൊന്നും എടുത്തിട്ടില്ല, ചിലർക്ക് മെസ്സേജ് അയച്ചു, അധികം ആളുകൾ നേരിട്ട് വിളിക്കുക ചെയ്തിട്ടുണ്ട്. അപ്പൊ മഞ്ചേരിയിലത് വിളിച്ചത് തന്നെയാണ്, സ്വാഗതം പറയുന്ന മറ്റുള്ളവരൊക്കെ വിളിക്കാനാണ് വിളിച്ചത് തന്നെയാണ്. മാത്രമല്ല മൂപ്പര് പറഞ്ഞ കാര്യം എന്താ, ദായിമീത്തിന്റെ പരിപാടിയല്ല അവിടെ നടന്നത്, അവിടെ സംഘടനാ കൺവെൻഷനാണ് നടന്നത്. ഇവിടെ ഇത് പറയാനായിട്ടാണ് ഞാൻ ദായിമാരെ വിളിച്ചത്. എന്നെക്കുറിച്ച് പല കാലഗീതങ്ങളും പ്രചരിക്കുന്നുണ്ട്, പല ദായിമാരും ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതിലൊന്നും പറയാനില്ലേ, ഞങ്ങൾ എന്തു വേണം, ആളുകൾ ഞങ്ങളോട് ചോദിക്കുന്നുണ്ട് ഞങ്ങൾ എന്തു പറയണം. ആ നിലക്കാണ് ഞാൻ ദായിമാരെ വിളിച്ചിട്ടുള്ളത്. പിന്നെ
കത്ത് പുറത്തുവിട്ടതിന് ന്യായീകരിച്ച് അവർ ചെയ്ത തെറ്റാൻ നമ്മൾ ചെയ്ത തെറ്റ്. അവർ ഇവരല്ല, നമ്മൾ ഒന്നിച്ചാ കത്ത് പുറത്തുവിട്ട്. ടീപ്പിന്റെ കത്തും പിന്നെ ജമിയത്തുൽ കൊടുത്ത കത്തോ പുറത്ത് നമ്മൾ ഒന്നിച്ച് തീരുമാനിച്ചതാണ്. അത് ജനങ്ങളോട് പറയേണ്ടത് തന്നെയാണ്. പിന്നെ ഈ കത്ത് പുറത്തുവിട്ട് ഞാൻ വിടൂല എന്ന് പറഞ്ഞിട്ടില്ല, എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ ഇങ്ങനെ എന്നെക്കുറിച്ച് സംഘടന വേണ്ടാത്ത ആളാണ്, സുബൈറിന്റെ ആളാണെന്ന് പ്രചരിച്ചപ്പോൾ ഞാൻ ഫൈസൽ മുസ്ലിയാരെ വിളിച്ചു. വല്ലാതെ കള്ളപ്രചരണം നടക്കുന്നുണ്ടല്ലോ, നിങ്ങൾ ആ കത്തൊന്ന് പുറത്തു വിടുമോന്ന് ചോദിച്ചു. നിങ്ങൾക്ക് ഞാൻ തന്ന കത്ത് നമ്മൾ പുറത്തു വിടൂലാണോ? എന്നാ ഞാൻ വിടുകയാണ് കേട്ടോ, എന്റെ കത്താണല്ലോ, നിങ്ങൾ വിടുന്നില്ലെങ്കിൽ ഞാൻ വിടുകയാണ്. അങ്ങനെ ഞാൻ വിട്ടു. അസ്കറിന് മനസ്സിലായില്ലേ? അസ്കർ അവിടെ പോയോ? ഓൻ ചോദ്യം തരാനായിട്ട് വന്നാ ഉച്ചക്ക് ശേഷം വന്നത്, പോകും ചെയ്തോ? ഈ ജാതി ആളുകളാ. അബ്ദുള്ള സബത്തിന്റെയും ഈ വിഷയകമായി മറ്റ് അറബി ഗ്രന്ഥങ്ങളും കോടിയേരിച്ചൊരു പുസ്തകം പ്രസിദ്ധീകരിക്കുക. ഇൻഷാ അല്ലാഹ് നോക്കാം. ഇനി പ്രവർത്തകർ എന്ത് നിലപാടെടുക്കും? പ്രവർത്തകർ ഒരുമിച്ചിരുത്തി രണ്ടു കൂട്ടരും ഒരുമിച്ചിരുന്ന ചർച്ചയ്ക്ക് തയ്യാറാണോ? തയ്യാറാണ്. ഭിന്നിപ്പുണ്ടായ വിഷയം അൻസാർ സുന്ന പരിഹരിച്ചത് എങ്ങനെ? അത് ഷെയ്ഖ് നജ്ദിയാണ് ഞങ്ങളോട് പറഞ്ഞത്, കുവൈത്ത് നിന്ന്. അൻസാർ സുന്നയിലും ഇങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു, അവർ ഇൽമിയായിട്ട് അത് പരിഹരിച്ചു, പണ്ഡിതന്മാർ ചർച്ച ചെയ്ത് വിഷയങ്ങൾ പരിഹരിച്ചു എന്ന് എന്നോടും PN-നോടും കുവൈത്തിൽ വെച്ച് ഷെയ്ഖ് ജമിയത്ത് ഇഹാത്തുറാസിലെ പണ്ഡിതൻ നജ്ദി, ഹമൂദ് നജ്ദിയാണ് പറഞ്ഞത്. വീഡിയോ എടുത്ത താങ്കളുടെ പ്രസംഗങ്ങൾ ഇനി എന്തു ചെയ്യണം? അത് പ്രചരിപ്പിക്കേണ്ടതില്ല, ഓഡിയോ മാത്രം പ്രചരിപ്പിച്ചാൽ മതി. ബസ്സിൽ കയറിയാൽ മ്യൂസിക്, ഹോട്ടലിൽ കയറിയാൽ മ്യൂസിക് എന്ത് ചെയ്യണം? പറ്റുമെങ്കിൽ KSRTC കയറുക, അല്ലെങ്കിൽ ഇതൊന്ന് ഓഫായിക്കൂടെ എന്ന് ചോദിക്കുക, ശബ്ദം കുറവില്ലെന്ന് പറയാ. ബാങ്ക് എന്ത് ചെയ്യണം? സൊല്യൂഷൻ ഇന്ത്യൻ സാഹചര്യം. ബാങ്ക് നിർബന്ധമാണെങ്കിൽ മാത്രം ബാങ്ക് അക്കൗണ്ട് എടുക്കുക. ചെക്ക് ബിസിനസ് ഉണ്ടാകും, ഗൾഫിൽ നിന്ന് പണം വരാനുണ്ടാവും, അങ്ങനെയുള്ള നിർബന്ധിത അവസ്ഥ ഉണ്ടെങ്കിൽ നമുക്കൊരു അക്കൗണ്ട് തുടങ്ങാം. പല ബാങ്കിലും പല അക്കൗണ്ട് ഉണ്ടാവും, ഒക്കെ ക്ലോസ് ചെയ്യാം. മനസ്സിലല്ലേ? പിന്നെ തുടങ്ങുന്നത് കഴിയുന്നത് എന്ത് ചെയ്യുക? ഇൻട്രസ്റ്റ് ഫ്രീ അക്കൗണ്ട് തുടങ്ങുക. അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഫ്രീ അക്കൗണ്ട് തുടങ്ങിയാൽ പിന്നെ ബാങ്കിന് സർവീസ് ചാർജ് അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ഈ അക്കൗണ്ട് ഇൻട്രസ്റ്റ് ഉള്ളാകും, പക്ഷെ ഇൻട്രസ്റ്റ് വ്യക്തമായി കാണിക്കുമല്ലോ, അതൊരിക്കലും നമ്മൾ ഉപയോഗിക്കാതിരിക്കുക. വാങ്ങാതിരിക്കാം, അല്ലെങ്കിൽ വാങ്ങിയിട്ട് വല്ല കക്കൂസ് വയ്ക്കാനോ റോഡ് നന്നാക്കാനോ ഒക്കെ നമ്മൾ വേറെ ഒന്നിനും ഉപയോഗിക്കാതിരിക്കുക. പള്ളിയുടെ പരിപാലന വിഷയത്തിൽ കോക്കസുമായി കേസിൽപ്പെട്ട നമ്മുടെ പ്രവർത്തകർ ആ കേസിൽ നിന്ന് പിന്മാറണമെന്നാണോ പറയുന്നത്? ഇലക്ഷൻ വരെ കാത്തു നിന്നുകൂടെ? അത് എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല, ഞാനേറ്റ് ബന്ധപ്പെട്ട മസാല അല്ലാതെ. കേസ് കൂടിയിട്ട് അങ്ങോട്ട് തിരിച്ചോ ഞാനേതായാലും ഉദ്ദേശിക്കണം, ഞാൻ കേസ് കൊടുക്കണമില്ല. ഒരു വലിയ ഫിത്ന ഉണ്ടാവാതിരിക്കാൻ താങ്കൾ കോക്കസിന് ഒപ്പിട്ട് കൊടുത്ത പോലെ അല്പം കൂടി ക്ഷമിച്ചാൽ ഒരു പിളർപ്പ് ഒഴിവാക്കാമല്ലോ. ഞാൻ ക്ഷമിക്കുന്നല്ല, എപ്പോഴും ക്ഷമിക്കുന്നതാണല്ലോ. നമ്മളിപ്പോ വലിയ സെറ്റപ്പിലേറ്റാ ആളുകൾ വിചാരപ്പെട്ട വലിയ സെറ്റപ്പിന് നമ്മൾ ഇറങ്ങിപ്പോന്നവര് എല്ലാവരും റോട്ടുമല. ഒരു സെറ്റപ്പ് ഇവിടെ അല്ല, ഇതിപ്പോ ഇങ്ങനെ തന്നെ ഇതൊക്കെ നടക്കുള്ളൂ, ഒരു പിളർപ്പും ഉണ്ടാവില്ല. ഇശാന്റെ സമയത്ത് പ്രസംഗം നമസ്കരിക്കേണ്ടതുണ്ടോ? പൊതുപരിപാടികളിൽ തൊട്ടടുത്ത് പള്ളി ഉണ്ടെങ്കിൽ പ്രസംഗം നിർത്തുക തന്നെയാണ് വേണ്ടത്. നേതൃത്വത്തിലുള്ള അനുസരണം എത്രത്തോളം ആവാം ഒന്ന് വിശദീകരിക്കണം. യാത്രയിൽ അമീറിന്റെ ഉദാഹരണം. നേതൃത്വത്തെ അനുസരിക്കാം, അത് നമ്മൾ ഉണ്ടാക്കിയ അനുസരണമാണ്. അത് അള്ളി റസൂലും വിരോധിക്കാത്ത ഏത് കാര്യത്തിലും അവരനുസരിക്കാവുന്നതാണ്. പക്ഷേ അനുസരിക്കാത്തതുകൊണ്ട് നമ്മൾ കുറ്റക്കാരായി തീരൂല. അത് ഈ അബ്ദുള്ള സബത്തിന്റെ ഈ പുസ്തകത്തില് അമീറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നിടത്ത് ഇതിന്റെ പുസ്തകത്തിന്റെ 55-ാമത്തെ പേജിൽ പറയുന്നുണ്ട്. സാനിയൻ അന്നമിൻ ലവാസിമിൽ അമലിൽ ജമാ ഇത്തിഹാദുർ റഈസിൻ ലൗ മസ്ഊൽ. സംഘടിത പ്രവർത്തനത്തിന്റെ അനിവാര്യതകളിൽപ്പെട്ടതാണ് ഒരു നേതാവ് ഉണ്ടായിരിക്കുക എന്നത്. വഹാദൽ മസ്ഊൽ യുതാഉ ഫിൽ മഅറൂഫ്. നല്ല കാര്യങ്ങളിൽ ഈ അമീർ അനുസരിക്കപ്പെടാവുന്നതാണ്. ഫീമാ ഖാമത്തിൽ ജമാഅത്തു മിൻ അജ്ലിഹി മിൻ ഉമൂരി ദഅവ തർത്തീബി അഹ്വാലിഹ. ദഅവത്തിന്റെ കാര്യങ്ങൾക്കും അതിന്റെ അവസ്ഥകൾ ക്രമീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഏതൊരു കാര്യത്തിനാണോ ഈ സംഘടന ഉണ്ടായിട്ടുള്ളത് അത്തരം കാര്യങ്ങളിൽ, സംഘടനാ കാര്യങ്ങളിൽ അദ്ദേഹത്തെ അനുസരിക്കാവുന്നതാണ്. വമൻ ലം യുതിഉഹു ലാ യുഅദ്ദു ആതിമ. ആരെങ്കിലും ഒരാൾ അയാൾ അനുസരിച്ചിട്ടില്ലെങ്കിൽ അയാൾ കുറ്റക്കാരനാവുകയില്ല. ഇതാണ് പ്രശ്നം. വഇന്നമാ അലൽ മുസ്ലിമി അസ്സഅയു ലിത്തആവുനി മഅ ഇഖ്വാനിഹി. ഒരു മുസ്ലിമിന്റെ മേൽ ബാധ്യതയുള്ളത് തന്റെ സഹോദരന്മാരോടൊപ്പം പരസ്പര സഹായത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുക എന്നതാണ്. വഅല്ലാ യുഫരിഖ സുഫൂഫഹും. അവരെ അണികൾ ചെതറിപ്പിക്കാതിരിക്കുക, ഭിന്നിപ്പിക്കാതിരിക്കുക എന്നതാണ്. അപ്പോൾ സംഘടനാ നേതാക്കൾ അനുസരിക്കാൻ പാടില്ലെന്നോ അനുസരിച്ചുകൂടാന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. സംഘടനാ നേതാക്കൾ അനുസരിക്കാം. ശറഇൽ പറഞ്ഞ സമ്മ താഴത്ത് അവർക്കില്ല, അത് നിർബന്ധമായതാണ്. അതായിരിക്കുള്ളൂ
ഭരണാധികാരിക്കും ശരനുസരിച്ച് വിധിക്കുന്ന പണ്ഡിതനും. പണ്ഡിതൻ സംഘടനാ നേതൃത്വത്തിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഖുർആന്റെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ കാര്യം പറഞ്ഞാൽ എന്ത് ചെയ്യണം? അനുസരിക്കല് നിർബന്ധമാണ്. പിന്നെ സംഘടന ഹറാമാണെന്ന് പറഞ്ഞൊരു പണ്ഡിതനെ പറഞ്ഞു തരാമോ? പറഞ്ഞതൊക്കെ ചോട്ടകളാണ്. ഇപ്പൊ പുതിയതായിട്ട് പറഞ്ഞ ആൾ. അപ്പൊ ചോട്ടകൾ പറഞ്ഞിട്ടുണ്ടെന്ന് ഉറപ്പായല്ലോ. സംഘടന അസലിൽ തന്നെ ഹറാമാണെന്ന് പറയുന്ന ചില പണ്ഡിതന്മാരുണ്ട്. അതേസമയത്ത് ഭൂരിഭാഗം പണ്ഡിതന്മാരും അസലിൽ ഈ അമലുൽ ജമായി സംഘടിത പ്രവർത്തനം ജായിസാണ്. പക്ഷേ സംഘടിത പ്രവർത്തനം അസലിൽ ജായിസാണ്, പക്ഷേ നിബന്ധനകളോടെ. ആ നിബന്ധനകൾ തെറ്റിയ ഹറാമാവുന്നാണ് അധികം ആളുകളും പറഞ്ഞിട്ടുള്ളത്. ഇപ്പോ ഇതൊരു പണ്ഡിതന്റെ പുസ്തകമാണ്. ജംഉൽ അദില്ല അലാ അന്നൽ ജംഇയ്യാത്തി മിനൽ ഫിതനിൽ മുദില്ല. സംഘടനകൾ വഴിപിഴപ്പിക്കുന്ന ഫിതനകളാണ് എന്ന് പറയുന്നതിന്റെ തെളിവുകൾ. അബൂ മുഹമ്മദ് അബ്ദുൽ കരീം ബിൻ ഗാലിബ് ബിൻ അഹമ്മദുൽ ഹസനി അൽ ഹല്യാനി, ഇത് ടാൻസാനിയയിലുള്ള ഒരു പള്ളിയിലെ മസ്ജിദുൽ അൽബാനി അവിടുത്തെ ഖതീബും അവിടുത്തെ ദായിയും ഒക്കെയാണ്. ഇദ്ദേഹം യമനിൽ നിന്ന് പഠിച്ച് യമനിൽ പോയിട്ടുള്ള ആളാണ്. ഇദ്ദേഹം സംഘടന ബിദ്അത്താണ് ഹറാമെന്നുള്ള അഭിപ്രായക്കാണ്. ഇതുപോലെ പല പണ്ഡിതന്മാരും ഈ കാലഘട്ടത്തിൽ സംഘടന ഫിത്തനകൾ നേരിൽ കണ്ടിട്ട് ഇതൊരിക്കലും ഒഴിവാക്കാൻ കഴിയൂല എന്ന് പറഞ്ഞ് വിട്ടുക്കണവരുണ്ട്. അവർ പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചോട്ടകൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ ചോട്ട എന്നുള്ളതിന്റെയൊക്കെ വലുപ്പത്തിലറിയില്ല. ഇയാൾക്ക് എന്തുമാത്രം വിവരമുണ്ട് എന്ന് ഒന്ന് അന്വേഷിച്ചത് നല്ലതായിരിക്കും. ആ പറഞ്ഞ ആളെക്കാൾക്ക് എന്തായാലും വിവരമുണ്ട്. തത്താവ എന്ന് വായിച്ചതിന്റെ തുടക്കം പറയാത്ത നിങ്ങൾക്ക് എതിരായത് കൊണ്ടല്ല. ഞാൻ നേരത്തെ വിശദീകരിച്ചു. യസ്സിറ വലാത്തു അസ്സിറ, അത് ഇതേറ്റ് ബന്ധപ്പെട്ട വിഷയമല്ലാത്തത് കൊണ്ടാണ്. മനസ്സിലായില്ലേ? എളുപ്പമാക്കണം, പ്രയാസപ്പെടുത്തരുത്, സന്തോഷം അറിയിക്കണം, വെറുപ്പിക്കരുത്, ആ കൂട്ടത്തിൽ പറഞ്ഞാണ്. അപ്പൊ ഞാൻ വെറുപ്പിക്കുന്ന ആളാണ്. എന്തൊക്കെ MSM യോഗത്ത് പറഞ്ഞാണ്. ഇപ്പൊ അതൊക്കെ പ്രോഫ്കോൺ പാടില്ല എന്ന വാചകം പറയുന്നില്ല, ആശയം പറയുന്നു. സംഘടന ഹറാമെന്ന വാചകം പറയുന്നില്ല, ഹറാമെന്ന ആശയം പറയുന്നു. ഇതല്ലാണ്ടല്ലോ ഒരുത്തനെ തന്നെ നനച്ചിരുന്നാൽ വരുന്നതെല്ലാം അവനെന്ന് തോന്നുന്നു കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞില്ലേ. ഒന്നും കിട്ടാത്തോണ്ടാണ് ഇപ്പോ. പണ്ട് കോക്കസേര് പറഞ്ഞിരുന്നു, ജിന്നിനോട് വിളിച്ച് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നില്ല, ശരിയാണ്, പക്ഷെ മനസ്സിൽ അങ്ങനെ ഉണ്ട്. പിന്നെ ചിലർ പറഞ്ഞു ഇപ്പൊ പറയില്ല, കുറച്ചു കാലം കഴിഞ്ഞാൽ ഇവരൊക്കെ പറയൽ തുടങ്ങും. ആ ജാതി വർത്താനാണ്. ഞാൻ പ്രോഫ്കോണിനെ പറ്റി പറഞ്ഞു, സംഘടനയെ പറ്റി പറഞ്ഞതൊക്കെ വ്യക്തമാണ്. അത് കേട്ടവർക്കൊക്കെ അറിയാം. അതിലുള്ള മുലാഹലാത്ത് എന്താണ്, അതിനുള്ള എതിർപ്പുകൾ എന്ന്. സംഘടന ഷർത്തോടുകൂടി ജായിസാണ്. ഷർത്ത് പാലിക്കണം, പാലിച്ചില്ലെങ്കിൽ ഹറാമിലേക്ക് പോകും. പ്രോഫ്കോണിനെ പറ്റി പറഞ്ഞത് ക്രീം ഓഫ് ദി സൊസൈറ്റി, സമൂഹത്തിലെ ഉന്നതന്മാർ, ഫോക്കസിനെ പറ്റിയും അവരൊക്കെ മാത്രം വിളിച്ചു കൂട്ടിയ ദാവത്ത് വേണ്ട. അത് ബികോമുകാരനെയും MSCക്കാരനെയും MA-കാരനെയും BSCക്കാരനെയും ഒക്കെ വിളിക്കുകയും, ഹൈസക്കുമാരി, ഹൈസക്കിൽ ഇപ്പൊ വേർതിരിവില്ലല്ലോ, എല്ലാ കുട്ടികളെയും വിളിക്കല്ലേ, അതുപോലെ എല്ലാവരെയും വിളിക്കും. ഈ തരം പൊന്തിയോല് തരം താഴ്ന്നോലി എന്ന കാറ്റഗറൈസേഷൻ പാടില്ല. എന്നിട്ട് എനിക്ക് മറുപടി അറിഞ്ഞ ആളെന്താറിയോ, യുവാക്കൾക്ക് പ്രത്യേകം റസൂൽ ക്ലാസ് എടുത്തു, പെണ്ണുങ്ങൾ കൃത്യം ക്ലാസ് എടുത്തു, അപ്പൊ കാറ്റഗറൈസേഷൻ പറ്റുന്നല്ലേ. അപ്പൊ ആ പോയത്തക്കാരനോട് ആരോ പറഞ്ഞു കൊടുത്തത് ഇതൊന്നും പാടില്ല എന്ന തക്കരിയാസിന്റെ വാദം. ഞാൻ പറയുന്നത് എന്താണ് കേൾക്കണ്ടേ? ഞാൻ പറഞ്ഞ സമൂഹത്തിൽ തരം താഴ്ന്നിയവർ, തരം പൊന്തിയവർ എന്ന് പറഞ്ഞ കാറ്റഗറൈസ് ചെയ്യാൻ ദീനീ സംഘടനകൾക്ക് പാടില്ല. അത് തെറ്റാണ്. നമ്മളെല്ലാവരും ഒരുപോലെ കാണണം. എന്നിട്ട് കാഫിർ രാജാക്കന്മാർക്ക് കത്തെഴുതിയതാ. കാഫിരീങ്ങൾ അവരുടെ സ്ഥാനത്തിനനുസരിച്ച് ഓരോരുത്ത് പോണ്ടി വരും. ഓലെ ഒന്നാക്കാൻ നമുക്ക് പറ്റുമോ? കാഫിർ രാജാക്കന്മാരുടെ നബി കത്തെഴുതിയതും അവരോട് ദേവത്ത് നടത്തിയതും ഖുറൈശി നേതാക്കളോട് അബസോത്തല്ല ഇറങ്ങേണ്ട സാഹചര്യം, അതൊക്കെ കാഫിറുകളാണ്. പക്ഷെ മുസ്ലിം ആയിക്കഴിഞ്ഞാൽ അബ്ദുറഹ്മാൻ ബിൻ ഔഫും കൂട്ടർ വേറെ, ഓൽക്ക് പ്രത്യേക ദേവത്ത് വേറെ, ബിലാലും കൂട്ടർ ഇപ്പുറത്ത് കിക്കി എന്ന് പറഞ്ഞണോ? ഇല്ല. പിന്നെ അവർക്ക് ദേവത്വത്തണ്ടേ, അവർക്ക് ദേവത്വത്തണ്ടേ. അപ്പൊ ഈ പാവങ്ങൾക്കോ ഓൽക്കെത്തണ്ടേ? അമ്പിയാക്കളെ പിൻപറ്റിയോലൊക്കെ ആദ്യം പാവങ്ങളാണ്. ഈ മടവൂരികൾ പണ്ട് പറഞ്ഞിരുന്നു, വിശക്കുന്ന വയറിനോട് വേദം ഓതിയിട്ട് കഴിഞ്ഞില്ല. ഞാൻ ചോദിച്ചങ്ങളൊന്ന് വിശദീകരിച്ചാണ്. അതായത് വിശപ്പും ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ടാകുമ്പോൾ വയറിൽ ഫലം ചെയ്യൂല. ഞാൻ പറഞ്ഞു പച്ച നുണയല്ലത്. ബിലാലിനും അമ്മാറിനും സുഹൈബിനും അല്ല ആദ്യം ഫലം ചെയ്തത്. വയറിറങ്ങി അബൂജാലിനല്ലേ ദഹിക്കാഞ്ഞത് ആദ്യം. അപ്പൊ നിങ്ങൾ പറഞ്ഞല്ലേ തെറ്റല്ലേ? മാത്രല്ല ഹിറക്കലി രാജാവ് ചോദിക്കുകയാണ്, റസൂലിനെ പറ്റി ചോദിച്ചറിഞ്ഞപ്പോ അദ്ദേഹത്തെ പിൻപറ്റുന്നത് നാട്ടിലെ മാന്യന്മാരും മഹാന്മാരുമാണോ അതോ ദുർബലന്മാരാണോ? ദുർബലന്മാരാണ് അദ്ദേഹത്തെ പിൻപറ്റുന്നത്. അബൂ സുഫിയാൻ പറയാ. അപ്പൊ ഇറക്കിൽ പറയാണ്, അവക്കദാലിക്കൽ അമ്പിയാക്കൾ എപ്പോഴും അങ്ങനെയൊക്കാരും ആദ്യം ഓലെ പിൻപറ്റ പാവങ്ങളെക്കാരും. ഇന്ന് ദീനീ സംഘടനകളുടെ കോലം മാറി. ഇന്ന് പണക്കാരെ ആകർഷിക്കാൻ എന്താ വൈന മൗലവിമാരെ ചിന്ത? അത് ബറക്കത്തുണ്ടാവില്ല. ഇത് മനസ്സിലാക്കണം നമ്മള്. നൂഹ് നബിന്റെ കാലത്തുള്ള ആളുകളെ പറ്റി അവിടുത്തെ ആളുകൾ എന്താ പറഞ്ഞത്? ഓനെ പിൻപറ്റിയാലൊക്കെ അറാദിലുന, നമ്മളെ കൂട്ടത്തിലെ താന്നോലാണ്.
ബാദിയർ റൈ അവറ്റക്ക് വലിയ ചിന്താശേഷിയൊന്നുമില്ല, പെട്ടെന്ന് കുടുങ്ങിപ്പോയതാണ്. മനസ്സിലായില്ലേ? അത് ഇന്നും പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് പണക്കാരെങ്ങനെ ആകർഷിക്കാന്നുള്ളതാണ് പണ്ഡിതന്മാരെ ചർച്ചാ വിഷയം. ഓൽക്കെങ്ങനെ ദേവത്വത്തെ ഓൽക്കെത്തണ്ടേ ഓല് പോയില്ലോ, ഓലെ കിട്ടൂലല്ലോ, അതാ മുഴുവൻ ചർച്ചാ വിഷയം. എല്ലാവർക്കും എത്തണം, നമ്മളങ്ങനെ വേർതിരിക്കാൻ പാടില്ല. ഞാനിതിന് മഞ്ചേരി ഉദാഹരണം പറഞ്ഞു. VIP ഹജ്ജ് ഗ്രൂപ്പ് കണ്ടിട്ടുണ്ട്. നമ്മളെ CMOലിയൊക്കെ എറണാകുളത്ത് കൊണ്ടുപോകലുണ്ട്. ഞങ്ങൾ 2 ലക്ഷത്തിന് കൊണ്ടുപോകുന്ന കാലത്ത് 5 ലക്ഷത്തിനാണ് കൊണ്ടുപോകുക. ഹറമിന്റെ തൊട്ടുമുമ്പിൽ സ്റ്റാർ ഹോട്ടലിലാണ് താമസിക്കുക. അപ്പൊ AP-ന്റെ അടുത്ത് വന്നിട്ട് ബാബുസോട്ട് പറഞ്ഞ അങ്ങനത്തെ ഹജ്ജ് ഗ്രൂപ്പ് ഞാൻ കുറെ ആളെ കൊണ്ടുവന്നു തരാം, നമുക്ക് സംഘടനക്ക് വലിയ ഉത്തരവാദിത്തമല്ല, അവര് പൈസ ചെലവാക്കിയിട്ടല്ല മൗലവി, അവര് ചെയ്തോട്ട് നിങ്ങൾക്ക് എന്താ. ബാബുസേട്ട് എങ്ങൾക്ക് കച്ചവടക്കാർക്ക് അതൊക്കെ പറ്റും, നമ്മളൊരു ദീനി സംഘടനയാണ്, നമ്മളങ്ങനെ കാറ്റഗറൈസ് ചെയ്യൂല, നമ്മളൊരു ഒരൊറ്റ ഹജ്ജ് നടത്തും, അതിലെല്ലാവർക്കും പോരാ. പാവപ്പെട്ടവും പൈസ ഒരു കൂട്ടി നോക്കി ഓനും പോരാ, വലിയ പൈസക്കാരനും നമുക്ക് ഒറ്റ ഹജ്ജ്, ഒരൊറ്റ മിനയിലെ ടെന്റ്. അത് മതസംഘടനകൾക്ക് പറ്റും, കച്ചവടക്കാർക്ക് എന്ത് നടത്തങ്ങൾ നടത്തിക്കൊള്ളിയാണ്. ആ പറഞ്ഞ AP-ന്റെ മനസ്ഥിതിയാണ് ഞാൻ പ്രോഫ്കോണിലും ഫോക്കസിലും പറയുന്നത്. അതൊരു ദീനി നേതൃത്വത്തിന്റെ മറുപടിയാണ്. അതേ എനിക്കതിൽ പറയാനുള്ളൂ. പിന്നെ പെരിന്തൽമണ്ണയിൽ പിരിവിനെക്കുറിച്ച് യാചിക്കുക എന്ന് പറഞ്ഞ ഹദീസ് ദുർവ്യാഖ്യാനിച്ചത്, ഹദീസൊന്നും ദുർവ്യാഖ്യാനിച്ചിട്ടില്ല, ഞാൻ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. പള്ളിക്കായാലും മദ്രസക്കായാലും ചോദിക്കണോന്റെ ഇജ്ജത്ത് കുറയില്ലേ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. റഷീദുള്ള മുഹമ്മദ് അബ്ദു അഫ്ഗാനി തുടങ്ങിയ അഖീദയിൽ നിന്ന് പിഴവെന്താണെന്ന് വിശദീകരിക്കാമോ? അത് ഇപ്പോൾ വിശദീകരിക്കാൻ കഴിയില്ല. ഞാൻ തന്നെ പൂർണ്ണമായി ഇത് പഠിച്ചിട്ടില്ല, ചിലതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടല്ലാതെ ഖബർ അഹാദ് ഹുജ്ജത്തല്ല എന്ന വാദം അവർക്കുണ്ട്. സിഹിറിന്റെ ഹദീസിൽ അവർ പലതും തള്ളിയിട്ടുണ്ട്. അതുപോലുള്ള പല തെറ്റുകളും അവർക്കുണ്ടായിട്ടുണ്ട്. ഉലുൽ അംർ വിശദീകരിച്ചില്ല. അമാനി മൗലവിക്ക് തെറ്റുപറ്റിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് വിശദീകരിക്കാമോ? അമാനി മൗലവി മൊത്തത്തിൽ കുറെ ആളുകളെ പേര് പറഞ്ഞിട്ട് ഭരണാധികാരികളും പണ്ഡിതന്മാരായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഫതുഹുൽ ബാരി ഉള്ളതുപോലെ എന്ന് പറഞ്ഞു, ഞാൻ പരിശോധിച്ചിട്ടില്ല, അതുകൂടി പരിശോധിച്ചാലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഏതായിരുന്നാലും അമാനി മൗലവി ഞാനാ പറഞ്ഞ ആ സലഫി റൂട്ട് അനുസരിച്ചുള്ള തഫ്സീറിൽ കൊടുത്തിട്ടില്ല. ഇപ്പൊ ഞാൻ വായിച്ചല്ലോ, ഇബ്നു അബ്ബാസ്, ഹസൻ, ലഹാഖ്, അത് കൊടുത്തിട്ടില്ല. അതിന് പകരം അദ്ദേഹം തുഹഫത്തുൽ ഫത്തുൽ ബാരിക്ക് കൊടുത്തിരിക്കുന്നത്. അതേതായാലും ശരിയല്ല, അത് തെറ്റാണത്. സംഘടനാ ഷർത്തുകൾ ഏതെങ്കിലും ഒന്നെങ്കിലും ലംഘിക്കപ്പെട്ടാൽ സംഘടനാ പ്രവർത്തനം ഹറാമാവോ? അത്രത്തോളം ഹറാമാവും. താങ്കൾ വിശദീകരിച്ച ഷർത്തുകൾ ഏതൊക്കെ നമ്മുടെ ദേവാസമിതി ഇന്ന് പാലിക്കാത്തത്? ഷഫീഖ് പരപ്പനങ്ങാടി. നമ്മളെ ദേവാസമിതിക്ക് പ്രത്യേകം പാലിക്കണ്ടല്ല, നമ്മൾ മൊത്തത്തിൽ പാലിക്കാത്തതെന്ന് പറഞ്ഞാൽ മതി. ദേവാസമിതി മാത്രമല്ല നമ്മൾ പറഞ്ഞ ISM, MSM ഒക്കെ കൂടിയത്, ലജ്നയൊക്കെ കൂടിയത് നമ്മൾ. ഹിസ്ബിയത്ത് ഉണ്ടാകാൻ പാടില്ല. ഇപ്പൊ ഹിസ്ബിയത്ത് ഉണ്ടോ അല്ലേ? ഹിസ്ബിയത്ത് പറഞ്ഞ എന്താ? കച്ചിത്വം, കച്ചിക്ക് വേണ്ടിയുള്ള ന്യായീകരണം, കച്ചിക്ക് വേണ്ടി സ്നേഹിക്കുക, കച്ചിക്ക് വേണ്ടി വെറുക്കുക, കച്ചിക്ക് വേണ്ടി നുണറിയാം. ഇപ്പൊ ഒരുപാട് നുണയോടെ പറഞ്ഞില്ലേ? ഇതൊക്കെ എന്തിനു വേണ്ടിയാ? ഇവരാരും പെരയ്ക്ക് വേണ്ടിയിട്ടല്ല, കച്ചിക്ക് വേണ്ടിയാണ്. അതന്നെ ഹിസ്ബിയത്ത്. മനസ്സിലായില്ലേ? ഇപ്പൊ സക്കരിയ സലാഹിന്റെ പരിപാടി ഉണ്ട്, ദായിമിറ്റ് പോകാൻ പറ്റുമോ? പോകാൻ പറ്റൂല എന്ന് നമ്മൾ പറയില്ല. പക്ഷെ ഈ കൂട്ടായ്മയെ നിങ്ങൾ സ്നേഹിക്കുകയാണെങ്കിൽ നിങ്ങൾ പോകാതിരിക്കുകയാണ് വേണ്ടത്. നിങ്ങളൊരു വേറൊരു കൂട്ടായ്മയിൽ നിൽക്കുമ്പോൾ അതിന് പിരിഞ്ഞു പോയ ഒരാൾ, അല്ലെങ്കിൽ പുറത്തു പോയ ഒരാൾ, അയാൾ വേറൊരു പരിപാടി ഇപ്പോൾ നമ്മളത് പോയി വിജയിപ്പിക്കുക എന്നത് അത് ഈ കൂട്ടായ്മയോട് നിങ്ങൾ ചെയ്യുന്ന ഒരു കരാറിന് എതിരല്ലേ? പോകണ്ടെന്ന് പറഞ്ഞാൽ പോരെ. അപ്പൊ അതാണ് കളി. മനസ്സിലായില്ലേ? ഈ ഹിസ്ബിയത്ത് അത്. എനിക്ക് അഖീദി പേവില്ല, മൻഹജ് പേവില്ല, ഒരു പേവുമില്ല. ഇവരെ സെറ്റപ്പ് ശരിയല്ല. ഈ പോക്ക് പോയാൽ സംഘടനാ മൻഹജ് ഉണ്ടാവുള്ളൂ, സലഫി മൻഹജ് ഉണ്ടാവില്ല. അടിപൊളി മാറ്റം വരുത്തണം എന്ന് പറഞ്ഞതിനാണ് ഇപ്പത്. ഇതാണ് ഹിസ്ബിയത്ത്. പിന്നെ ഞാൻ ചോദിക്കുക, ഇവിടെ ഇപ്പോ അഹ്ലുസുന്നെ അംഗീകരിക്കുന്ന ഒരു 3-4 സംഘടന കൂടി ഉണ്ടായാലോ? എന്താ സലഫി പണ്ഡിതന്മാർ പറഞ്ഞു? പരസ്പരം സഹായിച്ച് പ്രവർത്തിക്കണം, സഹകരിച്ച് പ്രവർത്തിക്കണം എന്നാ. കേൾക്കാൻ പോകാൻ പാടില്ല, സഹകരിക്കാൻ. ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, സുഡാനിലെ ആളുകൾ ചോദിച്ചത് ആ ദഅവത്തിന്റെ മേഖലയിൽ എല്ലാവരുമായിട്ടും ഹഖ്ലും സവാബിലും ഞങ്ങൾ സഹകരിക്കും, അല്ലേ? നതആവനു മൻ യഅമലു ഫീ ഹഖ്ലി ദഅവ ഫീമാ ഹവാഫഖൽ ഹഖ്ക വസ്സവാബ്. അതാണ് സലഫി ഉലമാക്കളൊക്കെ പറയുന്നത്. അഹ്ലുസുന്നനെ അംഗീകരിക്കുന്ന കൂട്ടായ്മകൾ എത്ര ഉണ്ടായാലും കുഴപ്പമില്ല. അപ്പൊ അഹ്ലുസുന്ന അംഗീകരിക്കുന്ന 5 പണ്ഡിതന്മാരിന് കോഴിക്കോട് നിൽക്കുക. അതിലൊരു പണ്ഡിതന്റെ ക്ലാസ്സിന് മാത്രമേ പോകാൻ പാടുള്ളൂ, മറ്റേ പോകാൻ പാടില്ല എന്ന് പറയാൻ പറ്റുമോ? ഏത് പണ്ഡിതന്റെയും പോകാം. അതുപോലെ തന്നെ അഹ്ലുസുന്ന അംഗീകരിക്കുന്ന 4 സംഘടന കോഴിക്കോട് നിന്ന് നിൽക്കുക. 4 സംഘടനയായിട്ട് നമുക്ക് സഹകരിക്കാം. അത് പറ്റൂല, അവിടെ വേറെ സംഘടന ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് ഹിസ്ബിയത്താണ്. അതന്നെ ഹിസ്ബിയത്ത്. ഞാൻ ഇന്നലെ വേറൊരാൾക്ക് വിളിച്ചപ്പോ അങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ മീറ്റിംഗ് വിളിച്ചാലിപ്പോ അത് ശരിയാവുമോ? ഞാൻ പറഞ്ഞു, നിങ്ങളാരും ഇപ്പൊ വിളിക്കണ്ട, ഇപ്പൊ ഞാൻ മാത്രം വിളിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇവരൊന്ന് ചിരിച്ച്, അല്ല അങ്ങനെ തന്നെയല്ലേ ഇപ്പൊ ഓരോരുത്തരും വിളിക്കാം. അപ്പൊ ഔദ്യോഗികമായിട്ട് വിളിച്ചാൽ പോരെ? ഔദ്യോഗികമായിട്ടും വിളിക്കണം, അനൌദ്യോഗികമായിട്ടും വിളിക്കാലോ. എന്താ ഔദ്യോഗികത്തില്? നിങ്ങളും വിളിച്ചോളി, ഞാൻ വരാം. ദീന് പറയാൻ വേണ്ടി ഔദ്യോഗികം അനൌദ്യോഗികം ഒക്കെ ഉണ്ടോ? ആർക്കും ദീന് പറയാം, ആളുകളെ വിളിച്ചു കൂട്ടാം.
അങ്ങനത്തെ ഒരു തുറന്ന അവസ്ഥ ഒരു കൊല്ലായിട്ട് ഇവിടെ ഉണ്ട്. അത് ഇനി നമ്മൾ തകർക്കരുത്. എല്ലാവരും വിളിച്ചുകൂട്ടിക്കോട്ടെ. ആള് പേച്ചുവല്ലേ പ്രശ്നമുള്ളൂ. പണ്ഡിതന്മാരൊരു പണ്ഡിതൻ വിളിച്ചു കൂട്ടാണ് പരിപാടിക്ക്. എന്തിനാ നമ്മൾ പോകാതെക്കണ്? അയാൾ പേച്ചുവല്ലേ പ്രശ്നമുള്ളൂ. ഇവർക്കതാ ഞാൻ ഈ മജ്‌ലിസുൽ ഇൽമിന്റെ കാര്യം പറഞ്ഞു. മജ്‌ലിസുൽ ഇൽമി ISMന്റെ സംഘടനാ സെറ്റപ്പിലൂടെ നടത്തുന്നപ്പോൾ ഞാൻ പറഞ്ഞു അത് ശരിയല്ല. QHLS നടത്തുന്നുണ്ട്, വിജ്ഞാനവേദി നടത്തുന്നുണ്ട്. ഇനി ഒരു സ്ഥലത്ത് ISM ഇല്ലാന്ന് വിചാരിച്ചിട്ട് അവിടെ നമുക്ക് പിന്നെ മജ്‌ലിസുൽ ഇൽമി വേണ്ടേ? അപ്പൊ ആ ദായും അവിടെ ഉള്ള 1-2 കോർഡിനേറ്റർ ആയാൽ പോരെ, സംഗതി നടക്കൂലേ? അങ്ങനെ വന്നാല് ഒരു പണ്ഡിതനും അയാൾക്ക് ചുറ്റും കുറെ ആളുകളും എന്ന അവസ്ഥ വരും. അവിടെ പിന്നെ സംഘടനയ്ക്ക് പ്രസക്തി ഇല്ലാതെയാവും. അതുകൊണ്ട് പറ്റൂല. ആരിസ്മോലി അവൻ എന്തിനാരിസ്മോലി? ജനങ്ങൾ പണ്ഡിതന്മാരെ ചുറ്റും കൂടി നിങ്ങൾ ബേജാറാണ്. പണ്ഡിതന്മാരെ കുറ്റും തന്നെയല്ലേ ജനങ്ങൾ കൂടേണ്ടത്. അപ്പൊ മൂപ്പരെ കണക്കണ്ട, സംഘടനയുടെ ചുറ്റും ആള് കൂടണം. എന്നിട്ട് സംഘടന മൗലവിനെ കൊണ്ടുവരണം. ചോറ് കൊടുക്കലും വണ്ടി കൊടുക്കലും പേട്ടികൾക്കൊക്കെ സംഘടന ചെയ്യണം. അപ്പൊ സംഘടനയിലൂടെ മാത്രമേ ഇൽമു പഠിക്കാൻ കഴിയൂ എന്ന് തോന്നിപ്പിക്കണം. സംഘടന ഇല്ലാതെയും ഇൽമു പഠിക്കാമെന്ന് ആർക്കെങ്കിലും തോന്നിപ്പോയാലോ പിന്നെ സംഘടനക്ക് പ്രസക്തി ഉണ്ടാകുമോ? സംഘടനയുടെ പ്രസക്തി അവിടുത്തെ വിഷയം. മനസ്സിലായില്ലേ? അപ്പൊ അതാണ് വരെ ചിന്താഗതി. ഫോക്കസ് പാടില്ല എന്ന തെളിവായി താങ്കൾ വലീമയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഹദീസ് ദുർവ്യാഖ്യാനമല്ലേ? ഒരു ദുർവ്യാഖ്യാനമല്ല. കാരണം സാധാരണ നമ്മളെ പരിപാടിക്കൊക്കെ പള്ളി മദ്രസയിലോ നടക്കുക, എല്ലാവർക്കും ഒരേ ഭക്ഷണമായിരിക്കും. ഇവര് പള്ളിയിലും മദ്രസയിലും നടത്തൂല, മുന്തിയ ഹോട്ടലിലാണ് നടത്തുക. എന്നിട്ട് സാധാരണ നമ്മൾ വെക്കണ ഒരു നെയ്ച്ചോറും ഒരു കറി ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, ഒരച്ചാറും അതിന്റെ പതിക അച്ചാറ് ചിലപ്പോൾ ഉണ്ടാവില്ല, ഒരു ചമ്മന്തി കിട്ടിയെങ്കിൽ ആയി. അതാണ് നമ്മളൊക്കെ മതി. ദൈവത്തീസ് അങ്ങനെ ആയിക്കോട്ടെ എല്ലാവരും അവിടെ പണക്കാരനും പാവപ്പെട്ടനും ഒക്കെ സഹിക്കല. ഇതങ്ങല്ല, അവർക്ക് ബഫേ, പ്രത്യേകിച്ച് ആട് കോഴി മീനൊക്കെ വെച്ചിട്ട് അത് തന്നെയല്ലേ പണക്കാർ മാത്രം ക്ഷണിക്കപ്പെടുന്ന സദ്യ, പാവപ്പെട്ടവരെ വിളിക്കാതിരിക്കുന്ന സദ്യ. അതാണല്ലോ ഇപ്പൊ നേരത്തെ ഡോക്ടർ റഫീഖ് പറഞ്ഞത്, നമ്മൾ കുറച്ച് പ്രവർത്തകരും കൂടി വന്നോട്ടെ ഫോക്കസിന്. നിങ്ങൾ വരുന്നത് അവർക്ക് ഇഷ്ടമല്ല. അവരിവിടുത്തെ ക്രീം ഓഫ് ദി സൊസൈറ്റി അല്ലേ, ഇവിടുത്തെ ബ്രാഹ്മണനല്ലേ. എന്റെ ഇടയ്ക്ക് നിങ്ങൾ ചെല്ല ഡോക്ടർ എഞ്ചിനീയർ എത്തിക്ക് സാധാരണക്കാരൻ. അപ്പൊ ഞാൻ പറഞ്ഞപ്പോ ഇവര് പറയാണ് എന്നാ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കുക. ഞാൻ പറഞ്ഞ നിങ്ങൾ എന്താ കച്ചവടക്കാർക്ക് ഉണ്ടാക്കാത്തത്? എന്നാ അതുണ്ടാക്കുക. കച്ചവടക്കാരെ മീറ്റ്, പോട്ടർമാരെ മീറ്റ്, ബാർബർമാരെ മീറ്റ്, നിങ്ങൾ ഇങ്ങനെ നടത്തിക്കോ ഓരോന്നും. ഇങ്ങനെ വേർതിരിച്ചു പറഞ്ഞാൽ ഇത് നിർത്തുക എന്നല്ല, മറ്റവും തുടങ്ങുക. നമുക്ക് പറ്റുമോ? കൂലി തൊഴിലാളികളെ മീറ്റ് കണ്ടൊന്ന് വെക്കാൻ പറ്റുമോ? ഓല അപമാനിക്കലല്ലത്. മീൻ കച്ചവടക്കാരെ മീറ്റ് വേറൊന്ന് പറ്റുമോ? ഇതൊന്നും ഇവിടെ പറയാൻ ആരുമില്ല. അതാ വിഷയം. ജമ്മിയത്തിന് പണ്ഡിതന്മാർ പറഞ്ഞ ശുറൂത്തുൽ നവാബിത്തുൽ നമ്മുടെ ഇപ്പോഴത്തെ നേതൃത്വം പാലിക്കുന്നില്ലേ? അത് നിങ്ങൾ ഇന്റെ പ്രസംഗം പല പ്രസംഗം ഇവിടെ ഉണ്ട്, നിങ്ങളൊന്ന് കേട്ടു നോക്കിയാല്. ഹിസ്ബിയത്ത് ഉണ്ടോ ഇല്ലേ ഒന്ന് നോക്കിയാൽ മതി. ഇപ്പൊ ഹിസ്ബിയത്ത് ഉണ്ടോ ഇല്ലെന്ന് ഈ തെളിവാണല്ലോ. ഞാൻ എന്നോട് എന്തിനാ ഹിസ്ബിയത്ത് കാട്ടുന്നത്? എനിക്ക് അക്കീദി പേവില്ല, മൻഹജ് പേവില്ല, എന്തെല്ലാം കള്ള എന്നെ പറ്റി പ്രചരിപ്പിക്കണത്. അത് ഹിസ്ബിയത്തിന്റെ ഒന്നാമത്തെ അടയാള കളവ് പറയൽ. സംഘടനയുടെ ഒരു ഷർത്തപ്പെട്ടതാണ് കളവ് ഉണ്ടാകാൻ പാടില്ല. കളവ് പറയുന്ന സംഘടന പ്രവർത്തിക്കാനും പാടില്ല. ഒരു ഷർത്ത അത്, കദിബ് പാടില്ല. അവിടെ എത്ര കളവ് എളുപ്പം കേട്ടു. ഇനി ഈ വിഷയത്തിൽ ചർച്ച നടത്തുന്നുണ്ടോ? ചർച്ചന്റെ വാതിൽ അടഞ്ഞിട്ടില്ല, ചർച്ച നടത്താം, ഒരു ചർച്ച പ്രശ്നമല്ല. ഇന്ന് താങ്കൾക്കായി മീറ്റിംഗ് എന്ന് പറഞ്ഞ് ഗ്രൂപ്പ് മീറ്റിംഗ് അല്ലേ നടത്തിയത്? എന്നാലും ഗ്രൂപ്പ് ഉണ്ടാക്കാനുള്ള മീറ്റിംഗാ? ഇല്ല, നിങ്ങൾ ആരും ഗ്രൂപ്പാകണ്ട. എന്റെ പേരിൽ ഗ്രൂപ്പ് ആവും വേണ്ട, ഞങ്ങൾക്ക് ഗ്രൂപ്പ് നേതാവായി നിൽക്കൂല. എനിക്ക് പറയാനുള്ള നിങ്ങളൊക്കെ കേട്ടോളി, പലരും നിങ്ങളോട് ചോദിക്കുമല്ലോ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ്. നിങ്ങൾ ആരെയും അഡ്രസ്സും ഇന്നേക്കല്ല, കുറച്ചാളെ ഫോൺ നമ്പറിൽ കടലാസ് ഉണ്ട്, ഞാൻ നിങ്ങളോട് വിളിച്ച് ബുദ്ധിമുട്ടിക്കൂല. മനസ്സിലായില്ലേ? നിങ്ങളെ നാട്ടിൽ ഈ പറഞ്ഞതനുസരിച്ച് പ്രവർത്തിച്ചോളി, നിങ്ങൾക്ക് പരലോകത്ത് രക്ഷപ്പെടാം. നിങ്ങളിപ്പോ ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിൽ ഈ പറഞ്ഞ തിരുത്തലുകൾ വരുത്താൻ നിങ്ങൾ പരിശ്രമിച്ചോളി. ആരും ഇന്റപ്പം വന്നിട്ടൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഇത് ഗ്രൂപ്പ് ഉണ്ടാക്കാനുള്ള മീറ്റിംഗ് അല്ല. പിന്നെ മീറ്റിംഗായി കൂടുമ്പോൾ അതൊരു ഗ്രൂപ്പ് ആവും എന്ന് പറഞ്ഞാൽ ഈ ഗ്രൂപ്പുകളൊക്കെ വേറെ ഗ്രൂപ്പായിട്ട് റേസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇങ്ങനെ കുറെ കൂടിയിട്ട് തന്നെയാണ് നമ്മൾ ഇവിടെ എത്തിയത്, അല്ലെങ്കിൽ ഇവിടെ എത്തൂല. KNM പറഞ്ഞ് സംഘടന നമുക്ക് വേറെ സംഘടന ഉണ്ടാക്കിയിട്ട് പിന്നെ മീറ്റിംഗ് വിളിക്കാൻ പറ്റുള്ളൂ പറഞ്ഞാൽ എന്താ പിന്നെ പറ്റുക? ഇപ്പൊ ഇതുവരെ സംഘടന ഉണ്ടാക്കിയിട്ടില്ല, അപ്പൊ മീറ്റിംഗ് വിളിക്കാൻ പറ്റുമോ? മറ്റേ നമ്മൾ ഉണ്ടാക്കില്ല റേസ് ചെയ്യാത്ത സംഘടന. ISM ഇപ്പൊ 3 ഉണ്ട്. ഏതാ ISM? ഏതാ ഔദ്യോഗിക ISM? മടവൂരിന്റെ ആണോ കോക്കസിന്റെ ആണോ നമ്മളതാണോ? ഗ്രൂപ്പ് മീറ്റിംഗ് അല്ലേ ഇവർ നടത്തുന്ന ISM യോഗങ്ങളൊക്കെ? AP അംഗീകരിക്കോ? AP ആണ് ഇപ്പോഴത്തെ KNM വലിയ നമ്പർ, ഉലുൽ നമ്പർ, TP ആണ്. ആ ഉലുൽ നമ്പറിനെതിരല്ലേ ഇവർ ISM MSM നടത്തണേ? അപ്പൊ അതല്ലേ ശരിയായ ഗ്രൂപ്പ് മീറ്റിംഗ്? നമ്മളിന്റെ സംഘടനയൊന്നും ഇല്ലാത്തവരാണ്. അവന് APക്കും TPക്കും ഒന്നും പ്രശ്നമില്ല. തരംതിരിച്ചുള്ള ദഅവത്ത് പാടില്ല എന്ന് ഏത് സലഫി പണ്ഡിതൻ ഏത് കിതാബിലാണ് പറഞ്ഞത്? ഒരു സലഫി പണ്ഡിതനും ഒരു കിതാബിലും പറഞ്ഞിട്ടില്ലെങ്കിലും നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണത്.
മആലിം അഹ്ലുസുന്ന എന്നൊരു ഗ്രന്ഥത്തിൽ ഒരു പണ്ഡിതനെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ പേര് എനിക്ക് ഓർമ്മല്ല, ശുമൂലിയത്തു ദഅവത്തുൽ ഇസ്ലാമിയ്യ, സലഫി ദഅവത്ത്, അഹ്ലുസുന്നയുടെ ദഅവത്ത് എല്ലാവർക്കും ഒരുപോലെയാണ്. കച്ചവടക്കാർക്ക് വേറെ, വിദ്യാർത്ഥികൾക്ക് വേറെ, പിന്നെ പാവപ്പെട്ടവർക്ക് വേറെ, പൈസക്കാർക്ക് വേറെ, അങ്ങനല്ല. പള്ളിയിൽ എല്ലാവരും വരുന്നു, എല്ലാവർക്കും ക്ലാസ് കൊടുക്കുന്നു, എല്ലാവരും കേൾക്കുന്നു, എല്ലാവരും എണീറ്റ് പോകുന്നു. അവിടെ വകതിരിവില്ല. പ്രോഫ്കോൺ പോലുള്ള പ്രോഗ്രാമിനോട് സഹകരിക്കാമോ? അതിൽ ശറഇന് വിരുദ്ധമല്ലാത്ത കാര്യങ്ങൾ ഇല്ലെങ്കിൽ സഹകരിക്കാം. ഇപ്പോൾ അതിൽ ശറഇന് വിരുദ്ധമായ പലതുമുണ്ട്. സംഘടനാ പ്രവർത്തനം ഇബാദത്തായി കാണാൻ പാടില്ല എന്നതിന്റെ ഉദ്ദേശം എന്ത്? പോസ്റ്റ് ഒട്ടിച്ച കൂലിയില്ല പറഞ്ഞു കഴിഞ്ഞു. പ്രോഫ്കോൺ ഐസന്റെ നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞു. റുഖിയ ശറയ്ക്ക് താങ്കൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നു എന്ന് പറയുന്നു. ഞാൻ മാത്രം, നമ്മളൊക്കെ പ്രാധാന്യം നൽകണം. കാരണം ഒരു നൂറ്റാണ്ട് അവഗണിച്ച കാര്യമാണ്. ഇത് നല്ലോണം പ്രാധാന്യം നൽകി പഠിപ്പിച്ചാലേ ഇത് മനസ്സിലാവുള്ളൂ. ഇത് ജനകീയമാക്കണം, എല്ലാവരും ഇത് മനസ്സിലാക്കണം. ഒരു വീട്ടിൽ റുഖ്യ നടത്താൻ കഴിഞ്ഞാൽ ഉണ്ടാകണം, ഒരു പ്രദേശത്തിൽ 4-5 ആളെങ്കിലും ഉണ്ടാകണം. അവിടേക്ക് നമ്മൾ എത്തണം, അതിനെത്തിനെ പഠിപ്പിക്കന്നെ വേണം. കുറെ കാലം അവഗണിച്ചൊരു വിഷയമാകുമ്പോൾ കുറച്ച് പ്രാധാന്യം കൂടും. അവസ്മാര രോഗിയായ സ്ത്രീയുടെ സംഭവം നടന്നത് ഒന്ന് വിശദീകരിക്കാമോ? റസൂലുള്ളാഹിന്റെ അടുത്ത് അവസ്മാരം ബാധിച്ച ഒരു സ്ത്രീ വന്നിട്ട് പറഞ്ഞു, എനിക്കിങ്ങനെ ഞാൻ വീഴുന്നുണ്ട്, ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. നബി പറഞ്ഞു, നിങ്ങൾക്ക് ക്ഷമിച്ച വലിയ കൂലിയുള്ള രോഗമാണിത്, എന്നാലും നിങ്ങൾ പ്രാർത്ഥിക്കണം, കാരണം ഞാൻ വീഴുമ്പോൾ എന്റെ ഔറത്ത് നീങ്ങിപ്പോകുന്നുണ്ട്, പിശാചി എന്റെ വസ്ത്രം നീക്കി കളയുന്നതിന് ഞാൻ ഭയപ്പെടുന്നു. അപ്പൊ റസൂൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് ഹദീസുണ്ട്. 70,000 ആളുകൾ വിചാരണ കൂടാ സ്വർഗപ്രവേശം ചെയ്യുമെന്ന് പറഞ്ഞു കേട്ടു. അതിൽ മന്ത്രിക്കാത്തവരും പെടുമെന്ന് കേൾക്കുന്നു. ശരിയല്ല. മന്ത്രിക്കാൻ ആവശ്യപ്പെടാത്തവർ എന്ന് അർത്ഥം പറയാവുന്നൊരു വാക്കയിലുണ്ട്. നിങ്ങൾ എനിക്ക് മന്ത്രിച്ചു തരൂ എന്നാവശ്യപ്പെടുന്നത് കുറച്ച് കുറവാണ്. സ്വന്തം പ്രാർത്ഥിക്കും, സ്വന്തം മന്ത്രിക്കാണ്. നമ്മൾ ഒരാൾക്ക് മന്ത്രിച്ചു കൊടുക്കുന്നു, അയാൾ ആവശ്യപ്പെടാതെ തന്നെ. അത് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അതാ 70,000 ഗ്രീൻ കാറ്റഗറി പെടൂല. സ്വർഗത്ത് പോലെ ഒന്നും പറഞ്ഞില്ല കേട്ടോ. സ്വർഗത്ത് പോലും വിചാരണ കൂടാതെ പോകുന്ന ഒരു കൂട്ടരുണ്ട്, ഗ്രീൻ കാറ്റഗറി, വലിയ കാറ്റഗറി, അതിൽ പെടൂല എന്നേ ഉള്ളൂ. അത് മന്ത്രിക്കാൻ ആവശ്യപ്പെടാത്ത, മന്ത്രിക്കാത്തവരല്ല. മന്ത്രിക്കാത്തന്നെ റസൂൽ മന്ത്രിച്ചിട്ടില്ലേ? അപ്പൊ റസൂൽ പോവില്ല. എന്തായി പറയുന്നത്? അതൊന്നും റുഖിയ ശറയ്ക്ക് ചെരു വേണമെന്ന നിർബന്ധം താങ്കൾക്കുണ്ട്. ചെരുവല്ല, വിശാലമായ റൂമായിക്കോട്ടെ. വിശാല റൂമില്ലാത്തോണ്ടാണ് ഞാൻ ചെരുവെന്ന് പറഞ്ഞേ. ചെരു കണ്ട. തൃശൂർ ജില്ലയിൽ കഴിഞ്ഞ ദിവസത്തെ മീറ്റിംഗിൽ ലജ്നയിലെ ഒരംഗം പറഞ്ഞത്, പ്രാദേശിക കൂട്ടായ്മ വേണം, ഒരു ദായും വേണം, പക്ഷെ ഈ ദായി ലജ്നയുമായി ബന്ധപ്പെടാൻ പാടില്ല എന്നാണ് താങ്കൾ ലജ്നയിൽ പറഞ്ഞത് എന്നാണ്. ഒന്ന് വിശദീകരണം ആവശ്യപ്പെടുന്നു. നോണ നമ്പർ എത്രയപ്പോ പറയാ? ഞാനൊരു നിർദ്ദേശമായിട്ട് പറഞ്ഞതാണ്. ഈ സംഘടനയിൽ അധികാരവും പ്രശ്നമൊക്കെ വരുന്നത് ജില്ലാ കമ്മിറ്റി, സ്റ്റേറ്റ് കമ്മിറ്റിയിലൊക്കെയാണ്. സാധാരണ ഒരു പ്രാദേശിക കമ്മിറ്റി ആകുമ്പോൾ അതിന് അധികാരത്തിന് ആരും ഉണ്ടാവില്ല, നാട്ടിൽ തന്നെയല്ലേ. അതുകൊണ്ട് ഈ ജില്ലാ കമ്മിറ്റി, സ്റ്റേറ്റ് കമ്മിറ്റി ഒഴിവാക്കിയാൽ തന്നെ കുറെ ഫിത്തന ഒഴിവായി കിട്ടും. പ്രാദേശിക കൂട്ടായ്മകളും പണ്ഡിത സമിതിയും, ഈ പ്രാദേശിക കൂട്ടായ്മയിലുള്ള ദായി ലജ്നയുമായി ബന്ധപ്പെടുക, പ്രശ്നങ്ങളൊക്കെ അവതരിപ്പിക്കുക. അതേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ബന്ധപ്പെടണ്ട എന്നല്ല, ബന്ധപ്പെടണം എന്നാ പറഞ്ഞത്. വെള്ളം നിന്ന് കുടിക്കുന്നതിന് വിധി എന്ത്? പാനീയം കുടിക്കുന്ന മര്യാദ എന്തല്ല? അവർക്കൊന്നും ഇപ്പൊ പറയാൻ നേരില്ല. ഇങ്ങനെ വരെ ഭക്ഷണശേഷം പലയിടത്തിൽ സുന്നത്തിന് ഭക്ഷണം മണത്തു നോക്കാൻ പാടില്ല. ഇതൊന്നും ഇപ്പൊ ഇവിടെ പറയേണ്ട വിഷയങ്ങളില്ല. നബി തലമറിച്ച് നാം മുറിക്കുന്നതിന്റെ അതൊന്നും ഇപ്പൊ പറയേണ്ടി ഒന്നും നേരില്ല. അവിടെ പ്രോഫ്കോണെ ബന്ധപ്പെട്ട് സ്ത്രീകൾ മഹ്റമില്ലാതെ പങ്കെടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞായി അറിഞ്ഞു. എങ്കിൽ യാത്രയിലും പഠനത്തിലും എല്ലാം ഇത് ബാധകമാണ്. എല്ലാത്തിലും ബാധകമാണ്. സ്ത്രീകൾ യാത്ര ചെയ്യുമ്പോൾ പ്രായപൂർത്തിയെത്തിയ പെണ്ണുങ്ങളാണോ അവിടെ എന്ത് വേണം? മഹ്റം വേണം. ഒരു ഹോസ്റ്റലിൽ കൊണ്ടാക്കുകയാണെങ്കിൽ ഹോസ്റ്റലിൽ എത്തുന്നവരെ മഹ്റം വേണം. പിന്നെ അവിടെ സുരക്ഷിതാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ അവിടെ നിർത്തി പോരാം. തിരിച്ചു കൊണ്ടുവരാനും മഹ്റം വേണം. വിവാഹബന്ധം നിഷിദ്ധമായ ആങ്ങളെയോ ഉപ്പയോ അളാപ്പയോ വല്ലിപ്പയോ അല്ലെങ്കിൽ പിന്നെ അതുപോലെയുള്ള ആളുകൾ മഹ്റമായിട്ട് വേണം. യാത്ര എന്ന് പറയാവുന്ന അത്ര വേണം. ഒരു സാധാരണ ഇപ്പൊ ഒരു വൈകുന്നേരത്തിന് മുമ്പ് തിരിച്ചുപോയി വരാവുന്ന സ്ഥലമാണ്. അവർക്ക് സുരക്ഷിതത്വം ഉണ്ടെങ്കിൽ അവർക്ക് പോയി വരാം മഹ്റമില്ലാതെ. പെരിന്തൽമണ്ണയിലും പുളിക്കലും നിങ്ങളുടെ പരിപാടികൾ സംഘടിപ്പിച്ച ദമ്മാജികളാണെന്ന് കേൾക്കുന്നു. എന്താണ് യാഥാർത്ഥ്യം? നുണ പറയാൻ ഒരു മടിയില്ല. അവിടെ ഉദ്ഘാടനം ചെയ്തത് സാജി തിരുവങ്ങാടിയാണ്. പക്ഷെ തലശ്ശേരി പ്രദേശത്ത് എന്താ അറിയോ? ഷെരീഫ് കരുവാറിന്റെ മകൻ സാജിദാണ് അവിടെ ഉദ്ഘാടനം ചെയ്തത്. എന്താ അവിടെ മജ്‌ലിസുൽ ഇൽമ് നടത്തുന്ന നേരത്തെ നമ്മളെ പുളിക്കൽ പരിപാടിയൊക്കെ നടത്താൻ മുൻകൈയെടുത്ത കുട്ടികളെ എന്നെ വിളിച്ച്, അതുകൊണ്ടാണ് ഞാൻ പോയതും. പിന്നെ അത് എല്ലാവരും സഹകരിച്ചു. ആദ്യം എതിർത്തോലും സഹകരിച്ചു. പിന്നെ എല്ലാവരും കൂടിയിട്ടാണ് ആ പരിപാടി നടത്തി. അതിൽ ഒരു ദമ്മാജി അങ്ങോട്ട് വന്നിട്ടില്ല. പിന്നെ പെരിന്തൽമണ്ണക്കാർ കത്തേന്ന് എനിക്ക് തന്നിട്ടുണ്ട്. സ്നേഹം നിറഞ്ഞ സലഫി സുഹൃത്തുക്കൾക്ക് അസ്സലാം വലൈക്കും. പെരിന്തൽമണ്ണയിൽ കഴിഞ്ഞ ഡിസംബറിൽ 18-12-2003 നടന്ന ഡോക്ടർ കെ കെ സക്കരിയ സലാഹിയുടെ
പ്രമാണങ്ങളോട് സലഫികളുടെ സമീപനം എന്ന പ്രോഗ്രാം പെരിന്തൽമണ്ണ ശാഖാ കമ്മിറ്റി കൂടിയ മീറ്റിംഗിൽ ചർച്ച ചെയ്ത് തീരുമാനിച്ചുറപ്പിക്കുകയും ആ ആഴ്ചയിലെ ഖുർആൻ ക്ലാസ്സിലും ജുമാ ഖുതുബയ്ക്ക് ശേഷവും ആരിസ് മൗലവി അറിയിക്കുകയും ചെയ്ത ഒരു പ്രോഗ്രാമാണ്. എന്നാൽ ഇന്ന് നാട് നീളെ ആ പ്രോഗ്രാം സംഘടിപ്പിച്ച വേറെ ചില വ്യക്തികളും സംഘടനകളുമാണെന്ന് നുണപ്രചാരണം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ പെരിന്തൽമണ്ണ പള്ളി കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചത് ചില പ്രാദേശികമായ പ്രശ്നങ്ങൾ കൊണ്ട് മാത്രമാണ്. ഈ രണ്ട് വിഷയങ്ങളിലും നടക്കുന്ന ആരോപണങ്ങൾ തികച്ചും അടിസ്ഥാനപരമായി നുണപ്രചരണം മാത്രമാണ് ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു എന്ന് സെക്രട്ടറി സൈനുദ്ദീൻ, അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്, പ്രസിഡന്റ് അബ്ദുൽ ഹമീദ് പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. ഹംസമദീനി തലശ്ശേരി വന്നിട്ട് പറഞ്ഞു, പെരിന്തൽമണ്ണ പരിപാടി സംഘടിപ്പിച്ച എനിക്ക് വ്യക്തമായി അറിയാം. എന്നിട്ട് ഇവര് ഫോൺ ചെയ്തു. ഒരാൾ പറഞ്ഞു, ഞാനാ പോസ്റ്റ് ഒട്ടിച്ചാള്, ഞാൻ ദമ്മാജിയാ, എനിക്കറിയില്ലല്ലോ ഈ ദമ്മാജി എന്താ, നിങ്ങളൊന്ന് പറഞ്ഞെന്നാണ്. അത് നൗഫലിനെ വിളിച്ചോ? എന്താ ഇവരൊക്കെ കഥ? ഞാൻ നിന്നെ കാർ കയറ്റി കൊണ്ടുവന്നൊരു സഹോദരൻ പറഞ്ഞ, ഞാനാ മൗലവി അതിന് പോസ്റ്റ് ഒട്ടിച്ചാള്, എനിക്ക് ദമ്മാജി എന്താന്ന് തന്നെ അറിയില്ല. അപ്പൊ ഞാൻ വിളിച്ച അയാളെ, ഞാൻ ദമ്മാജിയാ. അപ്പൊ ഒരു നുണ ഒരുത്തം പറയാ, അതെല്ലാരും ഏറ്റു പറയാ. സംഘടനയ്ക്ക് വേണ്ടിയാണ് നുണ പറയൽ ജായിസല്ലേ? സംഘടനയ്ക്ക് വേണ്ടിയാവുമ്പോ. അസ്സലാമലൈക്കും. ഇന്റർനെറ്റിൽ സാജിദിന്റെ അറബി ക്ലാസ് നടക്കുന്നുണ്ട്, അത് കേൾക്കാമോ? അറബി ക്ലാസ് ആരതും കേൾക്കാം. നാട്ടിലൊരു ദർസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. അറബി പഠനത്തിനോ അഖീദ പഠനത്തിനാണോ മുൻഗണന നൽകേണ്ടത്? ഒന്ന് വിശദീകരിക്കാമോ? അഖീദ പഠനത്തിനാണ് മുൻഗണന നൽകേണ്ടത്. അതോടൊപ്പം അറബിയും പഠിച്ചാലേ അഖീദ വിഷയങ്ങൾ ശരിക്ക് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ സാധിക്കുള്ളൂ. പക്ഷെ അറബി പഠിക്കാൻ കഴിയാത്തതുകൊണ്ട് അഖീദ ക്ലാസ്സിൽ പോകാതെ കണ്ട, കേട്ട് പഠിക്കണോലും വന്നോട്ടെ, എഴുതി പഠിക്കാത്തവരും. നിലവിൽ മിക്സഡ് കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവിടെ തുടരാൻ ദീന്റെ നിയമം അനുവദിക്കുമോ? അവർക്ക് എത്ര കണ്ട് സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് അവിടെ നിൽക്കാൻ കഴിയോ അത്ര നിൽക്കുക. തീരെ സൂക്ഷ്മത പുലർത്താൻ കഴിയാത്ത സാഹചര്യമാണെങ്കിൽ അതിന് പറ്റുന്ന മറ്റു സ്ഥാപനങ്ങളിലേക്ക് മാറുക. KNM-ലേക്ക് തിരിച്ചുവന്നതിനെ കുറിച്ച് നിലപാട് എന്താണ്? ഞാൻ എന്തായാലും ഞങ്ങട്ടില്ല. ഞാൻ തീരുമാനിച്ചു. ഇനിയിപ്പോൾ എന്താക്കാന്ന് പറഞ്ഞാൽ, ഞാൻ വിശദീകരണ യോഗത്തിൽ പറഞ്ഞ KJUവിന്റെ പ്രസിഡന്റ് ആക്കാറിഞ്ഞാലും ഞാൻ ജയിക്കില്ല. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് അത് അടി മുതൽ മുടി വരെ ഹദീസ് നിഷേധികളും കള്ളന്മാരും സാമ്പത്തിക ശുദ്ധി ഇല്ലാത്തവരും നിറഞ്ഞു നിൽക്കുകയാണ്. അതൊക്കെപ്പാടെ ശുദ്ധീകരിച്ച് നന്നാക്കി പറഞ്ഞപ്പോ പ്രയാസമാണ്. അതിനെപ്പറ്റിയാണ് ഞാൻ പറഞ്ഞത് നേർച്ചയിൽ അനാചാരം ഒഴിവാക്കണമായിയാണ്. അതിപ്പോ പ്രചരിപ്പിക്കുന്നുണ്ട്. സംഘടനയെ നന്നാക്കി പറഞ്ഞ നേർച്ചയിൽ അനാചാരം, അത് ബലെ പറ്റിയാന്ന ബല വിചാരം. ബലക്കിപ്പോ അങ്ങനെ തോന്നുന്നുണ്ടാവും. ഞാൻ പറഞ്ഞത് മറ്റവരെ പറ്റിയാണ്. വൈകാതെ അങ്ങോട്ട് പോകുന്നതാണ് ഇപ്പോ ലക്ഷണം കണ്ട് തോന്നുന്നത്. ജനാധിപത്യം കുഫറാണോ? അങ്ങനെയെങ്കിൽ ജനാധിപത്യ മുസ്ലിങ്ങൾ എങ്ങനെ ജീവിക്കും? ജനാധിപത്യ ഭരണത്തിൽ താകൂത്തിൽ പെടുമെന്ന് കേൾക്കുന്നു. സലഫി പണ്ഡിതന്മാരുടെ വീക്ഷണത്തിൽ വ്യക്തമാക്കാമോ? അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. സലഫി ഉലമാക്കൾ പറഞ്ഞു, നമ്മൾ പറഞ്ഞു തമ്മിലുള്ള വ്യത്യാസം വ്യക്തമായി പഠിച്ച ശേഷം ഞാനിനി അതിൽ അഭിപ്രായം പറയുള്ളൂ. കണ്ണാടിയിൽ നോക്കുന്ന ഇസ്ലാം വിധി എന്താണ്? അത് തെറ്റാണെന്ന് ഏതായാലും കേട്ടിട്ടില്ല. ഒരു ജനാധിപത്യ മുസ്ലിം കാഫിറോട് വലാഹ് പറയാൻ വ്യക്തമാക്കും. അതൊക്കെ കൂടുതൽ പഠിക്കേണ്ട വിഷയമാണ്. ഫോക്കസുമായി ബന്ധപ്പെട്ട് ഖുർആൻ പോലും ഓതാൻ പഠിക്കാത്ത ആളുകൾക്ക് അത് പഠിപ്പിക്കാനാണ് നടത്തുന്നത്. അതിനെ ആക്ഷേപിക്കുന്ന വസ്തുത എന്ത്? ഖുർആൻ ഓതാൻ പഠിക്കാത്തവര് ഡോക്ടർ എഞ്ചിനീയർ മാത്രമല്ല, ഇവിടെ പലരും ഉണ്ട്. എല്ലാവരും കൂട്ടിയിരുത്തി പഠിപ്പിക്കും. ഓരോ നാട്ടിലും ക്രീമോ ആളെ മാത്രം പഠിപ്പിച്ച എത്ര സാധാരണക്കാരൻ ഇവിടെ അറിയാത്തവര് ഒലി പഠിപ്പിക്കും. സംഘടനയ്ക്ക് ഷർത്ത് ജായിസാണ്. ജായിസായ കാര്യം ഒഴിവാക്കിയാൽ ഹറാമാകുന്നത് ഇങ്ങനെ വിശദീകരിക്കുക. ഷർത്ത് ജായിസാണ് എന്നല്ല, നിങ്ങൾ എവിടുന്നത് കേട്ട്? ജായിസ് ആകാൻ ചില ഷർത്തുകളുണ്ട് എന്നാണ്. സംഘടന അനുവദനീയമാകാൻ ചില ഷർത്തുകളുണ്ട്. അപ്പൊ അതില്ലെങ്കിൽ സംഘടന ഹറാമാവും. ജായിസ് അല്ലെങ്കിൽ പിന്നെ ഹറാമല്ലേ? റസൂല് പലപ്പോഴും സംഭാവന ചോദിച്ചിട്ടില്ല. അത് ഇരക്കലായി തരം താഴ്ത്തുമോ? റസൂല് എന്തായാലും ചോദിച്ചിട്ടില്ല. ആകെ തെളിവ് പറഞ്ഞെന്താ? മനിഷ്തറ ബിറ റൂമ ഫലഹുൽ ജന്ന. ആരെങ്കിലും റോമാ കിണർ വാങ്ങിത്തന്നാൽ അവർക്ക് സ്വർഗമുണ്ട്. അപ്പൊ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഏറ്റെടുത്തു. ഉസ്മാനെ, ഞാൻ ബീർ റൂമൊക്കെ അഡ്വാൻസ് കൊടുത്തിന്, 2000 റിയാൽ തരാതെ പറ്റൂലട്ടാ എന്ന് നബി പറഞ്ഞെങ്കിൽ നിങ്ങൾ പറഞ്ഞ തെളിവാ. അങ്ങനെ നബി പറഞ്ഞ എവിടെയും കേട്ടിട്ടില്ല. യുദ്ധഫണ്ട് പിരിക്കുകയാണെങ്കിലും യുദ്ധത്തിന് പുറപ്പെടുന്നു, എല്ലാവരും യുദ്ധഫണ്ടിലേക്ക് സംഭാവന ചെയ്യണം എന്ന് പറയും. അങ്ങനെ നമുക്കും പറയാം. നമുക്കൊരു പള്ളി ആവശ്യമുണ്ട്, ഈ പ്രദേശത്തുകാരോട് എല്ലാവരോടും പറയാണ് നമുക്കൊരു പള്ളി ആവശ്യമുണ്ട്, എല്ലാവരും പള്ളിക്ക് വേണ്ടി സഹായിക്കണം, സഹകരിക്കണം എന്ന് പറയാം. പിന്നെ എല്ലാവരും കൂടി ഒരു മീറ്റിംഗ് വിളിക്കുക, എന്നിട്ട് പറയാം ഓരോരുത്തർ എഴുതുക, ഞാൻ അത്ര തരാം ഇത്ര തരാം, അങ്ങനെ എല്ലാവരും എടുത്തോളി. മറ്റതങ്ങനെയല്ല, നമ്മൾ അഡ്വാൻസ് കൊടുത്തിട്ട് നമ്മളിങ്ങനെ പോവുകയാണ്. ഇത് ജായിസ് ആകുമോന്ന് ഞാൻ പറയല്ല, അത് പരിശോധിക്കണം, ചർച്ച നടക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് കുറച്ച് കുറക്കേണ്ടതുണ്ട്. ഏതായാലും താങ്കൾ എണ്ണി അവതരിപ്പിച്ച ഷർത്തുകൾ തസ്കിയത്തും തെർബിയത്തോടെ മാറ്റിയെടുക്കാവുന്നതല്ലേ? പ്രത്യേകമായി എണ്ണിപ്പറഞ്ഞ് മാറി നിൽക്കേണ്ടതുണ്ടോ?
മാറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ തലപ്പത്തുള്ളവർക്ക് ഇത് മാറ്റണം എന്ന് തോന്നണ്ടേ? ഞങ്ങൾക്ക് ഇതിൽ ഒരു സംശയമില്ല. അറിഞ്ഞാലോ ഷർത്തിനെ പറ്റി എന്തൊക്കെ പറഞ്ഞത്? ആദ്യം ഞാൻ മലപ്പുറത്ത് ഈ ഷർത്ത് പറഞ്ഞു. മലപ്പുറത്ത് ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ സമ്മേളനത്തില് പക്ഷപാതിത്വം, അത് ഭിന്നതയുടെ കാരണങ്ങൾ എന്നിട്ട് അവർ ഹിൻസ് തന്നിരുന്നു, പ്രസംഗത്തിന് സൂചന. അപ്പൊ പക്ഷപാതിത്വം ഒരു കാരണം. അപ്പൊ പക്ഷപാതിത്വം എങ്ങനെയാണ് സംഘടനയിൽ വരുന്നത് അത് ഞാൻ വിശദീകരിച്ചു. സംഘടനയ്ക്ക് പണ്ഡിതന്മാർ വെച്ചിട്ടുള്ള നിബന്ധനകൾ പാലിക്കാതിരിക്കുമ്പോഴാണ് സംഘടനയിൽ ഹിസ്ബിയത്ത് വരുന്നത്. എന്നിട്ട് ആ ഷർത്തുകൾ എണ്ണി പറഞ്ഞു. അപ്പൊ അതിന് ശേഷം നടന്ന മീറ്റിംഗിൽ പറഞ്ഞത്, നിങ്ങൾ ഫത്വ ചോദിച്ചിട്ട് ഫത്വയും കൊണ്ട് വരുന്നത് വരെ നമ്മൾ ഒരുമിച്ച് പോകാന്നല്ലേ തീരുമാനിച്ചത്, പിന്നെന്തിനാ ഞങ്ങൾ മലപ്പുറത്ത് ഷർത്ത് പറഞ്ഞത്? അത് നമ്മൾ പറഞ്ഞതിനെതിരല്ലേ? ഞാൻ ചോദിച്ചു കൂട്ടരെ, നമ്മൾ യോജിച്ചു പോയാലും യോജിച്ചു പോയില്ലെങ്കിലും ഷർത്തും അതേറ്റ് എങ്ങനെ എതിരാകുക? യോജിച്ചു പോകുകയാണെങ്കിലും ഷർത്ത് വേണം, യോജിച്ചു പോയില്ലെങ്കിലും ഷർത്ത് വേണം. അല്ല, അത് ശരിയല്ല. അത് കേട്ടാല് സംഘടന വേണ്ട എന്നുള്ള മെസ്സേജാ കിട്ടുക. അത് സുബൈറിന്റെ വാദമാണ്. നമ്മൾ സുബൈറിന് ഷർത്തില്ലല്ലോ, സുബൈറിന് സംഘടന ഹറാമെന്നല്ലേ, ഹറാമിന് ഷർത്ത് ഉണ്ടാവും. അല്ല, അത് പറഞ്ഞു കൊടുക്കാൻ എത്തുക. അതുകൊണ്ട് നിങ്ങൾ ഇനി എവിടെയും പറയരുത്, പറഞ്ഞത് പറഞ്ഞു ഇനി പറയരുത്, നമ്മളെ വേദി പറയരുത്. അപ്പൊ ആദ്യം പറഞ്ഞു പറയാൻ പാടില്ല. പിന്നെ പറഞ്ഞു ഷർത്തൊക്കെ ഉണ്ട്, പക്ഷെ അത് നടക്കൂല എന്ന് സക്കരിയാസിലായിക്ക് തന്നെ അറിയാം. കാരണം മൂപ്പനെ പറയുന്നുണ്ട് ഇവിടെ പണ്ഡിതന്മാരില്ല, ഗൾഫിലെ പണ്ഡിതമായിട്ട് ബന്ധപ്പെടണം. അപ്പൊ ഷർത്ത് ഇന്ത്യയിൽ നടപ്പിലാവില്ല എന്ന് മൂപ്പർക്ക് തന്നെ അഭിപ്രായം ഉണ്ട്. പിന്നെ അപ്പൊ എന്തിനാ നടപ്പാകാത്ത ഷർത്ത് പറയണത്? രണ്ടാമത്തെ അഭിപ്രായം. പിന്നെ പറഞ്ഞു നമ്മൾ ആ ഷർത്തൊക്കെ പാലിക്കണ്ടല്ലോ, ഏത് ഷർത്താ പാലിക്കാത്തത്? മൂന്നാമത്തത്. പിന്നെ പറഞ്ഞു ഷർത്ത് പാലിക്കണമെങ്കിൽ ആകെ സംഘടന ഉണ്ടായിട്ട് വേണ്ടേ? ഇപ്പൊ നിസ്കരിക്കാനായിട്ട് നിങ്ങൾ നിസ്കാരത്തിന് ഷർത്തറിയോ, അല്ലെങ്കിൽ കൈയച്ചു പോ അങ്ങനെ പറയാൻ പറ്റുമോ? നമ്മൾ ഷർത്തനുസരിച്ച് ഇയാളെ ഷർത്തനുസരിച്ച് നിസ്കരിച്ചുകൊണ്ടിരിക്കണേ, പക്ഷെ ഷർത്ത് എണ്ണി പറയാൻ അറിയില്ല. അതുപോലെ സംഘടന ഷർത്തനുസരിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ ഷർത്തില്ല പറയാൻ പറ്റുമോ? അപ്പൊ ആദ്യം സംഘടന ഉണ്ടാകട്ടെ, എന്നിട്ട് ഷർത്ത് നോക്കാം. അഞ്ചാമത്തെ അഭിപ്രായം. പിന്നെ പറഞ്ഞു ഷർത്ത് തന്നെയല്ല, ഷർത്ത് വങ്കത്തമാണ്, അബദ്ധമാണ്, പൊട്ടത്തരമാണ്, ദമ്മാമർക്ക് മതി. ഇപ്പൊ ഏതാതിൽ സത്യം? ഏത് സമാചാരമാണ് സത്യം? ഇപ്പൊ ആരാ ഷർത്തിൽ വങ്കത്തം പറഞ്ഞ? ഞാനാ വൈരുദ്ധ്യം പറഞ്ഞത്? ഇതിൽ ഏതാ സത്യം? ഷർത്ത് ഉണ്ട് എന്നാണോ, ഉണ്ടെങ്കിൽ അത് പാലിക്കുന്നുണ്ട് എന്നാണോ? ഏതാ? ഷർത്തുണ്ട്, പാലിക്കണം. പാലിക്കണമെങ്കിൽ ആ ഷർത്തൊന്ന് പഠിക്കണ്ടേ? എല്ലാ പ്രവർത്തകരെയും പഠിപ്പിക്കണം. ദീനീ രംഗത്ത് പ്രവർത്തിക്കുന്ന നമ്മളൊക്കെ ഈ ദീനീ ദഅവത്ത് ഒരു പുണ്യമായി കരുതുന്നവരാ. അത് പുണ്യമായ ഒരു അമലി എന്നതിൽ നിന്ന് ഹിസ്ബിയത്തിലേക്ക്, തിന്മയിലേക്ക് പോയാൽ നമുക്ക് കൂലി കിട്ടുമോ? അതുകൊണ്ട് ആ ഷർത്ത് പാലിച്ചാലേ ഇത് അള്ളാന്റെ അടുത്ത് കബൂലാകുള്ളൂ. നമ്മുടെ ഈ പ്രവർത്തനത്തിന് അള്ളാന്റെ നിയമസാധുത ഉണ്ടാകുള്ളൂ. അതുകൊണ്ട് ഷർത്ത് നമ്മൾ പഠിപ്പിക്കണം, താഴെ തലം മുതൽ പഠിപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് ഞാൻ ഉണ്ടാക്കിയതല്ല. പ്രോഫ്കോണിന് ശരന് വിരുദ്ധമായി എന്തെല്ലാമാണെന്ന് വിശദീകരിക്കുക. അപ്പൊ നിങ്ങൾ കേട്ടു പോണതും വരുന്നതും. പിന്നെ പ്രത്യേക ആളുകളെ, സമൂഹത്തിൽ ഉന്നതരെന്ന് വിചാരിക്കുന്ന ആളുകളെ മാത്രം വിളിക്കുന്നതിന് മാറ്റി എല്ലാ വിഭാഗം വിദ്യാർത്ഥികളെയും വിളിക്കുക. പിന്നെ അതിൽ വേറെന്തൊക്കെ നാക്കി എനിക്കല്ല. ആകെ ഞാൻ മലപ്പുറത്തേ പോയിട്ടുള്ളൂ. അവിടെ ആ പറക്കണ സ്ക്രീനും ഒക്കെ നിങ്ങൾ കണ്ട്, ക്യാമറയൊക്കെ നിങ്ങളെ വേദി വേറെയാക്കി ഞാൻ ഇപ്പം അറിയാം. അങ്ങനെ വേദി ഉണ്ട് തന്നെ. ഇതര വേദഗ്രന്ഥങ്ങൾ ഉദ്ധരിക്കുന്നതുമായ ഒരു വിശദീകരണം നൽകാമോ? അതിപ്പോ വിശദീകരണം നൽകാൻ കഴിയില്ല. സലഫി ഉലമാക്കൾ പലരും എതിർത്തിട്ടുണ്ട്. അതേസമയം അഹമ്മദ് ദീദാത്തിന്റെയും ദാക്കിർ നായിക്കിന്റെയൊക്കെ പരിപാടികൾ കുറെ അറബി പണ്ഡിതന്മാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ വിഷയം പഠിക്കേണ്ടതുണ്ട്. ഇത്രയുമാണ്. പിന്നെ നിങ്ങൾ എന്തോന്ന് പറയേണ്ടതില്ലേ? 16 ആൾ പങ്കെടുത്തു. ഏതായിരുന്നാലും പിന്നെ നിങ്ങൾക്കൊക്കെ ഒരവസരം തരണം എന്നെനിക്ക് അഭിപ്രായമുണ്ട്. പക്ഷെ സമയം 3 മണിന്ന് പറഞ്ഞത് ഇപ്പൊ തന്നെ 4:30 ആയിട്ടുണ്ട്. സലാഹി ഇത്രയും വിശദീകരിച്ചിട്ടും ലജനയും ദേവാസമിതി ഒന്നും വിശദീകരിക്കുന്നില്ല. ഇത് നിങ്ങൾ ഫിത്ന ഉണ്ടാക്കിയല്ലേ? ലജനയും ദേവാസമിതി ഒരുപാട് സ്ഥലത്ത് വിശദീകരിച്ചിട്ടുണ്ട്. ആരെ പറഞ്ഞില്ല? ഇവിടെ കോഴിക്കോട് 2 സ്ഥലത്താണ് അല്ലേ? പാലക്കാട് നടന്നു, തൃശ്ശൂർ നടന്നു, തലശ്ശേരി നടന്നു, ഒരുപാട് സ്ഥലത്ത് നടന്നുണ്ട് വിശദീകരണം. MSM ഇപ്പൊ 3 വട്ടം വിശദീകരിച്ചതാണ് അല്ലേ? ഒരു സംഘടനാ സെറ്റപ്പ് ഇല്ലാതെ പ്രോഗ്രാം നടത്താൻ നിയമപരമായി ധാരാളം പ്രശ്നങ്ങളുണ്ട്. വെറുതെ പറയാണ്ട് ഒരു സെറ്റപ്പില്ല. ഒരു കൊല്ലം നമ്മൾ നടത്തി ഒരാളുണ്ടായാൽ മതി. ഇവിടെ ഇപ്പൊ ഈ പരിപാടി ഞാൻ ഒറ്റയ്ക്ക് നടത്തും. അവിടെ പോലീസ് വന്നാൽ പറയും ഞാൻ വിളിച്ചുകൂട്ടിയ മീറ്റിംഗ് ആണ്. എനിക്ക് വിളിച്ചുകൂട്ടാ, ഇന്ത്യ രാജ്യത്തിന്റെ നിയമം അത്. ക്യാമറ ഒഴിവാക്കണമെന്ന് പറയും. നിങ്ങൾ പൊതുപ്രഭാഷകൾ വീഡിയോയിൽ പകർത്തുന്ന സദസ്സുകളിൽ നിങ്ങൾ പങ്കെടുക്കുകയും നിങ്ങളെ പ്രഭാഷണം വീഡിയോയിൽ പകർത്തുന്നുമുണ്ടല്ലോ. നിങ്ങൾ മാറി നിൽക്കുക, എതിർ പ്രകടിപ്പിക്കുകയോ ചെയ്ത് കാണുന്നില്ലല്ലോ. ഞാൻ ക്യാമറക്കാരോട് പറഞ്ഞിട്ടുണ്ട്, എന്റെ പ്രസംഗം നിങ്ങൾ വീഡിയോ പിടിക്കരുത്. ഗൾഫ് മീഡിയക്കാരോട് നേരത്തെ പറഞ്ഞേൽപ്പിച്ചിട്ടുള്ളതാണ്. അതനുസരിച്ച് അപ്പൊ ക്യാമറ ഞങ്ങൾ എടുത്തേക്കൂല, അങ്ങനെ സമയത്ത് ഞങ്ങൾ ക്യാമറ ഓഫാക്കും, ഓഡിയോ മാത്രമേ പിടിക്കൂ എന്ന് എന്നോട് അവർ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ തൃശൂർ സമ്മേളനത്തിൽ പങ്കെടുത്തത്. ഇനി സമ്മേളനങ്ങൾക്ക് പങ്കെടുക്കാനുള്ള എന്റെ ഒന്നാമത്തെ ഷർത്ത് അതാണ്. വീഡിയോ ഉണ്ടാവുമോ? ഞാൻ ഉണ്ടാവില്ല. അത് ഞാൻ അടുത്ത ഷർത്ത് അതാണ്. എന്റെ ഷർത്ത്. എനിക്കൊരു ഷർത്ത് വെക്കാലോ.
ആയിപ്പെട്ടതാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്റെ സൂക്ഷ്മതയ്ക്ക് വേണ്ടി തസ്വീർ ഒഴിവാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അത് അള്ളാഹു വിജയിപ്പിക്കട്ടെ. എന്താ പറഞ്ഞു? കോഴിക്കോട് നടന്ന യോഗത്തെക്കുറിച്ച് 13 ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ 6 6 7 അത്രേ പറഞ്ഞിട്ടുള്ളൂ എന്നാണ്. ഞാൻ ആ യോഗത്ത് പങ്കെടുത്ത ആളല്ല. ഞാനിവിടെ വിശദീകരിച്ചത് എന്താ, താഹ ആ മലപ്പുറം യോഗത്തിൽ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞത്. അതിൽ 5 6 ആളുകൾ പങ്കെടുത്തു. പങ്കെടുത്ത ആളുകൾ ഗ്രൂപ്പ് യോഗം എന്ന നിലക്ക് പങ്കെടുത്തതല്ല, ഇന്ന നിലക്ക് കൂടിയതാണ്, അതൊരു ഗ്രൂപ്പ് യോഗമല്ല, അതിൽ അങ്ങനത്തെ വിഷയം ചർച്ച ചെയ്തിട്ടില്ല എന്ന് താഹ പറഞ്ഞ കാര്യം ഞാനിവിടെ ഉദ്ധരിച്ചത്. ഞാനതിൽ പോകാത്തതുകൊണ്ട് കൃത്യമുണ്ടെങ്കിൽ 13 ആളുണ്ട് എന്ന് ചോദ്യം എന്നാക്ക് അറിയെങ്കിൽ ആ എന്നോട് പറഞ്ഞ തിരക്കില്ല. ഇത്രേ ഉള്ളൂ. സലാഹി മങ്കടാവാദത്തിൽ പോയതിന് തെളിവ് ISM MSM വേണ്ട, പ്രാദേശികം മതി. CP സലീം കടവത്തൂർ മീറ്റിംഗ്. ഞാന് മങ്കടയുടെ വാദത്തിലേക്ക് പോയി എന്ന് പറയല്ലാതെ ഒരു തെളിവ് ഇതുവരെ ഒരു ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഷർത്ത് പറയുന്നു എന്നാ, ഷർത്ത് മങ്കട എവിടെയും ഷർത്ത് പറഞ്ഞിട്ടുമില്ല. ഞാൻ പോൽക്ക് മങ്കടവാദം പറയണം. ഏതുപോലെ കോക്കസേരിക്ക് നമ്മൾ ജിന്നുകളെ വിളിച്ച് പ്രാർത്ഥിക്കാം എന്ന് പറയണം, എന്നാലും അവർക്ക് ആളെ കിട്ടുള്ളൂ, ആളെ പിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ പറയാത്തത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് കള്ളപ്രചരണം നടത്തുന്നത്. പിന്നെ ISM MSM വേണ്ടാന്ന് ഞാൻ പറഞ്ഞു. ISM MSM ഒക്കെ പ്രാദേശികമായ കുഴപ്പമില്ല, അതിനൊക്കെ ജില്ലാ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റിയൊക്കെ ആകുമ്പോൾ ഫിത്തനകളാവും. പിന്നെ ആകെ 4 ആളാണ് ഉണ്ടാകും യൂണിറ്റിൽ. നമുക്കിപ്പോ നമ്മളെ അവസ്ഥ അതാണല്ലോ. അത് 3 ISM വേറെ കമ്മിറ്റി, MSM വേറെ, പാടെ ഒറ്റ കമ്മിറ്റി മതി എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. വിദ്യാർത്ഥികളെ കാര്യം നോക്കാൻ ഒരാള്, ഒരു കൺവീനർ, പിന്നെ യുവാക്കളെ കാര്യം നോക്കാൻ ഒരു കൺവീനർ, അത്രയ്ക്കേ വേണ്ടുള്ളൂ. ഒരുപാട് കമ്മിറ്റിയും ഒരുപാട് പ്രവർത്തനമായിട്ട് ആളുകൾക്ക് ദീന് പഠിക്കാനും പഠിപ്പിക്കാനും ഒന്നും സമയമില്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് അത് കഴിയുന്നത് ഒഴിവാക്കണം എന്ന് പറഞ്ഞത്. ഷെരീഫ് കരുവാര കൊണ്ടുവരാൻ നിങ്ങളുടെ ഭാര്യയെ ഒപ്പം കൂട്ടി കൊണ്ടുവരാൻ പറഞ്ഞിരുന്നില്ലേ? 3 ആളുമുണ്ട്, നിങ്ങളുടെ ഭാര്യയും ശരിയും. എനിക്കിത് മനസ്സിലായിട്ടില്ല, അത് ആരെ എഴുത്തന്നാണ്? ഷെരീഫ് കരുവാരുണ്ടിന്റെ വിഷയം തന്നെ ഇതെന്താന്ന് മനസ്സിലായിട്ടില്ല. ഇവിടെ വായിക്കണ്ട വിചാരിച്ചിട്ടാ. സക്കാത്ത് സെല്ല് പാടുണ്ടോ? സക്കാത്ത് പിരിച്ചെടുക്കാം, പക്ഷെ അവർക്ക് ശറഇന്റെ ഇസ്ലാമിക് ഗവൺമെന്റ് അധികാരമൊന്നും ഉണ്ടാവില്ല. സക്കാത്തുകൾ ശേഖരിക്കുന്ന ഒരു സുന്തൂക്ക് ഉണ്ടായിട്ട് അതിൽ ശേഖരിച്ചിട്ട് ആളുകൾക്ക് എന്ത് ചെയ്യാം? പരസ്പരം ഖണ്ഡന മണ്ഡനങ്ങൾ ഒഴിവാക്കി യോജിച്ചു പോകാനുള്ള മാർഗം സ്വീകരിക്കാൻ വല്ല നിർദ്ദേശങ്ങളുമുണ്ടോ? ഒന്നിച്ച് ദഅവത്ത് നടത്തിക്കൂടെ? VN അബ്ദുൽ ഹമീദ് മൗലവി, പാലക്കാട്. പാണ്ടിക്കാട്. യോജിച്ചു പോകാനുള്ള ഒരു നിർദ്ദേശമുള്ളൂ. ഇത് സലഫി ഉലമാക്കളെ മുമ്പിൽ പോയി പരിഹരിക്കാം. ഇത് ചർച്ച ചെയ്യണം. ഞാൻ ചർച്ചയ്ക്ക് വെച്ച വിഷയങ്ങളൊക്കെ നസീഹത്തോടെ ചർച്ചയ്ക്ക് ചെയ്യാം. ചർച്ച ചെയ്തിട്ട് മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി തീരുമാനിക്കാം. അതല്ലാതെ ഈ സെറ്റപ്പിൽ ഒരു മാറ്റവും വരുത്താൻ പറ്റൂല എന്ന് പറഞ്ഞാൽ, ഈ വിഷയം ചർച്ചയ്ക്ക് എടുക്കാനും പറ്റില്ല എന്ന് പറഞ്ഞാൽ, അതുകൊണ്ട് ഞാൻ പറയും. അത് വേറെ എന്തെങ്കിലും നിർദ്ദേശം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പറയാം. അതായത് ഷെരീഫ് കരുവാര കൊണ്ട് സ്വന്തം മകനെ പറ്റിയും കുടുംബത്തിൽ അവരുമുള്ള പ്രശ്നമൊക്കെ അങ്ങനെ വേദികളിൽ വിശദീകരിക്കുന്നുണ്ട്. അതിപ്പോ ഇസ്ലാമികമായത് മാത്രമേ ചെയ്യാൻ പറ്റൂ എന്ന് ഉറപ്പ് നിർബന്ധമുള്ളവർക്കല്ലേ പ്രശ്നമുള്ളൂ. എന്തും ചെയ്യാം, ആരെയും തോൽപ്പിക്കാൻ എന്തും പറയാൻ തീരുമാനിച്ചാൽ പിന്നെന്താ? അഞ്ഞ് സ്വന്തം മോനെ പറഞ്ഞിട്ടാണെങ്കിലും വേണ്ട, എന്നെ തോൽപ്പിച്ചാൽ മതി എന്നാണ് ഇപ്പോൾ ഉള്ളത്. അതിന് യാതൊരു നിവൃത്തിയില്ല. ഒരു സ്ത്രീ പർദ്ദ ധരിച്ച് സ്കൂളിൽ പഠിപ്പിക്കുന്ന ആമിന ടീച്ചറാണെങ്കിൽ അവിടെയുള്ള രാഘവൻ മാഷ്ക്ക് അറിയില്ലല്ലോ കണ്ണുകൾ താഴ്ത്തണമെന്ന്. അപ്പൊ ആമിന ടീച്ചറെ കണ്ണും ചുണ്ടും കവിളും രാഘവൻ മാഷ് ആകർഷിച്ചാൽ
അവിടെ വലാത്തർക്കബുസീന എന്ന അവസ്ഥ വരില്ലേ? അപ്പോൾ അവിടെ മുഖം മറക്കേണ്ടി വരില്ലേ? ആമിന ടീച്ചർ മുഖം മറക്കേണ്ടി വരില്ലേ? അതൊന്നുമില്ലെങ്കിലും രാഘവമാശല്ല, മമ്മൂട്ടി നോക്കിയാലും എല്ലാവരും ഒന്നും ഇപ്പൊ കണ്ണ് താത്തൂല്ലോ, രാഘവമാശ് മാത്രമല്ലല്ലോ. അതുകൊണ്ട് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുഖമാണ് ഏറ്റവും സുന്ദരമായ ഭാഗം. അത് അന്യപുരുഷന്മാർ നോക്കുന്നത് തെറ്റായി പോകുന്നുള്ളക്ക് അവൾ മുഖം മറക്കുന്നതാണ് ഏറ്റവും നല്ലത്. അത് ഉജൂബാണോ എന്ന കാര്യത്തിൽ മാത്രമേ സലഫി ഉലമാക്കളിൽ തർക്കമുള്ളൂ. ഏതായിരുന്നാലും ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്കിപ്പോൾ 5 മണിയായിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ അവസരം തരണമെന്നുണ്ട്. കുറച്ച് മുതിർന്ന ആളുകളൊക്കെ പലരും ഇവിടെ ഉണ്ട്, അവർക്കൊക്കെ അവസരം കൊടുക്കണമെന്നുണ്ട്. പക്ഷെ സമയം 5 മണിയായിട്ടുണ്ട്. ദൂരത്ത് നിന്ന് വന്ന ആളുകളുണ്ട്. ഒരു അവസാന 2 വാക്ക് പറയാൻ സാജി തിരങ്ങാടിയെ ക്ഷണിക്കുകയാണ്. അസ്സലാമു അലൈക്കും. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. أما بعد، أعوذ بالله السميع العليم من الشيطان الرجيم من همزه ونفخه ونفسه. بسم الله الرحمن الرحيم. ألف لام ميم. أحسب الناس أن يتركوا أن يقولوا آمنا وهم لا يفتنون ولقد فتنا الذين من قبلهم فليعلمن الذين صدقوا وليعلمن الكاذبين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹാദരണീയരായ പണ്ഡിതന്മാരെ, സഹപ്രവർത്തകന്മാരെ, സുഹൃത്തുക്കളെ, സർവ്വലോകരക്ഷിതാവേ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ നമ്മുടെ ദീനീ പ്രബോധന രംഗത്ത് നമുക്കിടയിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന വളരെ പ്രയാസകരമായ ഈ ഒരു അന്തരീക്ഷത്തിൽ സക്കരിയ സ്വലാഹി മാത്രമല്ല, നാം ഓരോരുത്തരും ഇന്ന് ആ വിഷയത്തിൽ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളും അതുപോലെ തന്നെ അതിന് നാം സ്വീകരിക്കേണ്ട അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മാർഗങ്ങളും അത് അവലോകനം ചെയ്യുന്നതിനു വേണ്ടി വിളിച്ചുകൂട്ടിയ ഒരു ഇൽമിയായ ദാഇ മീറ്റിംഗിലാണ് നാം എല്ലാവരും സന്നിഹിതരായിട്ടുള്ളത്. ഇവിടെ നാം പ്രമാണബദ്ധിതമായ ഒരുപാട് കാര്യങ്ങൾ രണ്ടാളുടെ വിശദീകരണങ്ങളിലൂടെ നാം കേൾക്കുകയുണ്ടായി. അതുപോലെ അനവധി ചോദ്യങ്ങളും ആ ചോദ്യങ്ങൾക്കുള്ള മറുപടിയും നാം കേൾക്കുകയുണ്ടായി. ഇതിൽ നിങ്ങളെപ്പോലെ പങ്കെടുത്ത ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലക്ക് ഒരവലോകനത്തിന് അവസരം കിട്ടിയ ഒരു സന്ദർഭം എന്നുള്ള നിലക്ക് ഞാൻ എന്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള കാര്യം ചുരുങ്ങിയ രൂപത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ സദസ്സിൽ നിന്ന് പങ്കെടുത്തതിൽ ചുരുങ്ങിയത് 3 നിലപാടുകാരുണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒന്ന്, ഈ മഹത്തായ ആദർശ പ്രബോധനം മൻഹജ് സലഫ് അനുസരിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്നതിൽ താൽപര്യമില്ലാത്ത, സംഘടനാ ജ്വരം അമിതമായി കയറിക്കൂടിയ, അതിൽ അന്ധത ബാധിച്ചിട്ടുള്ള ചിലർ ഉണ്ടായേക്കാം. അതുപോലെ തന്നെ ഇൽമു നുകരണം, രണ്ടും കേട്ട് നിലപാടുകൾ കൃത്യമായി ഉൾക്കൊള്ളണം. കാരണം ഞാൻ വിഷയം വൈകിയാണ് കേട്ടത്, അല്ലെങ്കിൽ ഇത് കേൾക്കുമ്പോൾ തന്നെ ഞാൻ പഠിക്കാൻ മെനക്കെട്ടിട്ടില്ല എന്നുള്ള നിലക്ക് വന്നവരുമുണ്ടാകും. എന്നാൽ ഇവിടെ
മഹത്തായ ആദർശം പ്രബോധനം ചെയ്യുവാനുള്ള ഭൗതിക ചട്ടക്കൂട് മാത്രമാണ് ഈ സംഘടന. അതുകൊണ്ട് ഈ കാലമത്രയും ഇവിടെ കേരളത്തിൽ ഈ മഹത്തായ സലഫി പ്രബോധനം അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ നിർദ്ദേശിച്ചിട്ടുള്ള ഷർത്തുകളിൽ നിന്ന് ഭിന്നമായ ഒരവസ്ഥയിൽ മുന്നോട്ടു പോകുന്നതുകൊണ്ട് ഇനി അതെല്ലാം യഥാർത്ഥത്തിൽ മാറി സംഘടന അനുവദനീയമാണെന്ന് ജായിസാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാർ പ്രമാണത്തിൽ അധിഷ്ഠിതമായി അതിന് നൽകിയിട്ടുള്ള ഷർത്ത് പാലിച്ചുകൊണ്ട് മുന്നോട്ടു പോകണം എന്ന ഉദ്ദേശത്തോടുകൂടി തന്നെ നിലനിൽക്കുന്ന ആളുകളും ഇവിടെയുണ്ട്. എല്ലാവരോടുമായി എന്നോടെന്ന പോലെ പറയാനുള്ള കാര്യം, നമ്മെ സംബന്ധിച്ചിടത്തോളം ദഅവത്ത് മേഖല എന്നുള്ളത് വളരെ അനിവാര്യമായ ഒരു മേഖലയാണ്. അത് ഓരോരുത്തരിൽ വ്യക്തിപരമായി ചിലപ്പോൾ ഫർള് ഐനായി മാറും, കൂട്ടായ്മയാകുമ്പോൾ യഥാർത്ഥത്തിൽ അത് വേറെ രൂപത്തിലേക്ക് മാറും. അപ്പോൾ ഇവിടെ കൂട്ടായ രൂപത്തിൽ നാം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അതിനെ സലഫി നിലപാടിലേക്ക് അത് കടന്നുവരാനുള്ള പരിശ്രമങ്ങൾ ഇവിടുന്ന് കേട്ട ഉപദേശ നിർദ്ദേശങ്ങളിലൂടെ നാം ഓരോരുത്തരും സ്വീകരിക്കുകയും എന്നിട്ട് ഈ ദഅവാ കോർഡിനേഷന്റെ കീഴിലും എന്നാൽ ആ ചാനലിലൂടെ മാത്രമേ അത് നടക്കാവൂ എന്ന് വാശി പിടിക്കുന്ന ഒരു അന്തരീക്ഷം മാറ്റിക്കൊണ്ട് അതല്ലാത്ത രൂപത്തിലും ദഅവത്ത് രംഗത്ത് സജീവമായി നിലയുറപ്പിക്കണം. അതോടൊപ്പം സമൂഹത്തിന് മാതൃകയുള്ള ജീവിതം കാണിക്കുന്ന വ്യക്തിവിശുദ്ധി നിലനിർത്തുവാൻ ഇൽമുകൾ ഓരോന്നും നാം പഠിക്കുകയും ആ ഇൽമു ജീവിതത്തിൽ പകർത്തുകയും അതിനുവേണ്ടി സമയം കണ്ടെത്തുകയും ചെയ്യുന്ന അവസ്ഥാവിശേഷം നമുക്കുണ്ടാകണം. ഒരിക്കലും ഇതെല്ലാം കേട്ട് ഇങ്ങനെയാണെങ്കിൽ എനിക്ക് ദഅവത്ത് വേണ്ട, പ്രബോധന മേഖല വേണ്ട, ഞാൻ പോസ്റ്റ് ഒട്ടിക്കുന്നില്ല, അല്ലെങ്കിൽ അതുപോലെ തന്നെ പ്രഭാഷണത്തിന് ഞാൻ ആളെയും ബുക്ക് ചെയ്യുന്നില്ല, ഇനി പരിപാടികൾക്ക് ഒന്നും ഞാനില്ല എന്ന് വിചാരിച്ച് ഗോതയിൽ നിന്ന് ആരും അങ്ങനെ മാറിപ്പോവുകയില്ല. പക്ഷേ ഒന്ന് ഊന്നൽ നൽകിക്കൊണ്ട് പറയുകയാണ്, ഇവിടെ അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം വന്നിട്ടില്ല എന്ന് മാത്രമല്ല അത് വളരെ അടിസ്ഥാനപരമാണ്, അത് പ്രാധാന്യം നിറഞ്ഞതാണ്. അതിൽ നിന്ന് ഒരിക്കലും നമ്മൾ ആരും വിശ്രമിക്കുന്നില്ല അല്ലെങ്കിൽ വിട്ടുപോകുന്നില്ല, അങ്ങനെ ഉണ്ടാകരുത് എന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ്. അതിശക്തമായി തന്നെ ദഅവാ രംഗത്ത് നാം നിലനിർത്തുകയും ശിർക്ക് ബിദ്അത്ത് ഖുറാഫാത്തുകളിൽ അകപ്പെട്ടുപോയ ആളുകൾക്ക് തൗഹീദിന്റെ സുന്നത്തിന്റെ വെളിച്ചം നാം എത്തിച്ചു കൊടുക്കുവാൻ, അതുപോലെ ഹറാമുകളിൽ അധാർമിക ജീവിതത്തിൽ അകപ്പെട്ടുപോയ ആളുകൾക്ക് ധാർമ്മിക ജീവിതത്തിലേക്ക് അവരെ നയിക്കുവാൻ ആവശ്യമായ ദഅവാ സംരംഭങ്ങൾ നാം ഓരോരുത്തരും കൃത്യമായി നടത്തണം. അതോടൊപ്പം തന്നെ ഈ സംഘടനാ വേലിക്കെട്ടുകളിൽ അകപ്പെട്ടുകൊണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെ ദഅവത്ത് മുടങ്ങിപ്പോകുന്ന അല്ലെങ്കിൽ ഈ മനഹജ് അനുസരിച്ചുകൊണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുന്ന ആളുകൾക്ക് ഒരു വേദി മുടക്കുന്ന രൂപത്തിൽ ആരെങ്കിലും കീറാമുട്ടികളായി രംഗത്ത് വന്നാൽ അവരെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരോട് നല്ല രൂപത്തിൽ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് അവരോടും ഈ സംഗമത്തിൽ കോർഡിനേഷനിൽ സഹകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നാം അവരെ കൂടെ ഉൾപ്പെടുത്തുക. അവരതിന് തടസ്സമാണെങ്കിൽ അവരോട് സഹകരിക്കാൻ കഴിയുന്ന എല്ലാ മേഖലകളിലും സഹകരിച്ചുകൊണ്ട് നാം ഈ ദഅവത്തും അതോടൊപ്പം ഇവരെ ആരെങ്കിലും നിയന്ത്രിച്ചിട്ടുണ്ടെങ്കിൽ വിളിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിലക്കുകൾക്ക് അതീതമായിക്കൊണ്ട് അവരെ ദഅവാ മേഖലയിൽ വിളിച്ചുകൊണ്ടും പ്രഭാഷണ ദഅവാ രംഗത്ത് നാം സജീവമാകണം എന്നുകൂടെ സാന്ദർഭികമായി ഉണർത്തുകയാണ്. പിന്നെ ഒരിക്കലും നാം വേറിട്ട് നിൽക്കുവാനോ വിഘടിച്ചു നിൽക്കുവാനോ അല്ലെങ്കിൽ ഇതിലൂടെ ഒരു ഛിദ്രത ഉണ്ടാക്കുവാനോ നാം ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷെ അങ്ങനെ ഉദ്ദേശിച്ച ആളുകൾ അതിന് ശക്തമായി കളമൊരുക്കുമ്പോഴും നാം പരമാവധി ഉറച്ചു നിന്നുകൊണ്ട് തന്നെ രംഗത്ത് വരേണ്ടതുണ്ട്. അതോടൊപ്പം മറ്റു വ്യക്തി താൽപര്യങ്ങളോ വിദ്വേഷങ്ങളോ അപ്പുറത്ത് ആ കൂട്ടായ്മയിൽ നിന്ന് പോന്നപ്പോൾ നമ്മളെ ജില്ലാ കമ്മിറ്റിയിലോ സ്റ്റേറ്റിലോ ഉൾപ്പെടുത്തിയില്ല, അല്ലെങ്കിൽ അതിലൊന്നും ഒരു സ്ഥാനം എനിക്ക് കിട്ടിയില്ല, ഏതായാലും നല്ലൊരു ചാൻസാണ് അതിന്റെ കൂടെ കൂടിയ ഇതാണ്ട് കുട്ടിച്ചോറാക്കാമല്ലോ എന്നുദ്ദേശിച്ചുകൊണ്ട് അത്തരത്തിലുള്ള കൂട്ടായ്മയിൽ പങ്കുചേർന്നവരുണ്ടാവില്ല. അങ്ങനെയുള്ള നീയത്തുണ്ടെങ്കിൽ ഇപ്പോഴേ അത് നുള്ളിക്കളയണം. അതൊരിക്കലും ശരിയായ നിലപാടല്ല. സത്യത്തിൽ ഇത് ഒരു പ്രതിസന്ധി കാലഘട്ടമാണ്, പരീക്ഷണ കാലഘട്ടമാണ്. ഞാൻ എപ്പോഴും ക്ലാസുകളിൽ പറയാറുള്ള ഉദാഹരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ജ്വല്ലറിയുടെ മുമ്പിലൊക്കെ തട്ടാങ്കടന്റെ മുമ്പിലൊക്കെ എന്ത് ചെയ്യുന്ന രാവിലെ അണ്ണാച്ചി പെണ്ണുങ്ങൾ വരും. അവർ വന്നാൽ അവിടെയുള്ള വൈക്കോലും പുല്ലും ചളിയും എല്ലാം അടിച്ചുവാരി ചട്ടിക്കാക്കും. നമ്മൾ വിചാരിക്കും എന്തിനാപ്പത് രാവിലെ വന്ന് ഈ മെനക്കിടന്ന്. സംഗതി അതൊന്നും അതിൽ ആവശ്യമുള്ളതല്ല. പക്ഷെ അതൊക്കെ വലിച്ചു വാരിയിട്ട് എന്ത് ചെയ്യും, വെള്ളത്തിലിട്ട് 4 വയറ്റിലോ വെച്ചാൽ അതാണ് പോകും. പിന്നെയും വെള്ളം ഒഴിക്കും, വീണ്ടും ഒന്ന് ചുഴറ്റും. അപ്പൊ അതിൽ കുറെ കല്ലും പൊള്ളും ചളിയൊക്കെയാണ് പോകും. 4-5 ചുഴറ്റൽ ചുഴറ്റുമ്പോ അതിലൊരു ചോണനുമ്പരെ കാലിന്റെ അത്ര വലിപ്പമുള്ള സ്വർണ്ണ ഉണ്ടാവും. ആകെപ്പാടാ തട്ടാൻ പണിയെടുക്കുന്ന സമയത്ത് വല്ല തെറിച്ചതോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടൊരു പൊടിയോ ഉണ്ടാവും.
അതിനു വേണ്ടിയിട്ടാണ് ഈ ശുദ്ധീകരണം നടക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഇടപെട്ടുകൊണ്ട് നടത്തുന്ന ഒരു സംവിധാനം മാത്രമാണ്. നാം ആര് ആഗ്രഹിച്ചാലും നടക്കൂല, നാം ആഗ്രഹിച്ചില്ലെങ്കിൽ നടക്കാതിരിക്കൂല. കാരണം എന്താണ്? ഇവിടെ ലാ തസാലു ത്വായിഫത്തൻ മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖി ഹത്താ യഅതി അംറുല്ലാഹ്, അന്ത്യനാൾ വരെ ഹക്കിന്റെ മാർഗത്തിൽ ഒരു സംഘം ജ്വലിച്ചുകൊണ്ടേ നിൽക്കും. അവരെ ഒരാൾക്കും തകർക്കാൻ കഴിയില്ല. അവർ യഥാർത്ഥത്തിൽ കുടുംബത്തിൽ നിന്നും വേണ്ടപ്പെട്ടവരിൽ നിന്നും എല്ലാവരിൽ നിന്നും ഒറ്റപ്പെടുമെന്നും ആ ഉറബാകൾക്കാണ് തൂബ എന്ന സ്വർഗ്ഗകവാടം കൊണ്ട് റസൂലുള്ള മംഗളമേറുന്നത് എന്നും നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ സൂറത്തുൽ അൻകബൂത്തിലെ ആമുഖമായത്ത് നമ്മെ നെട്ടിച്ചുകൊണ്ട് അല്ലാഹു തആല ഉണർത്തുന്ന ഒരു വാചകമാണ് കേൾപ്പിച്ചത്. അത് മാത്രം ഞാൻ അർത്ഥം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത് അലിഫ് ലാം മീം അഹസിബന്നാസു അൻ യത്റകൂ അൻ യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ. അഹസിബന്നാസ്, ജനങ്ങൾ വിചാരിക്കുന്നുണ്ടോ? എന്താ വിചാരിക്കുന്നത്? അൻ യഖൂലു, അവർ ഇങ്ങനെ പറഞ്ഞതിന്റെ പേരിൽ അൻ യത്റകൂ, നാം അവരെ വിട്ടുകളയുമെന്ന്. അഥവാ ഞങ്ങൾ തൗഹീദ് ഉൾക്കൊണ്ടവരാണ്, ഞങ്ങൾ സുന്നത്തിന്റെ ആളുകളാണ്, ഞങ്ങൾ സലഫി മൻഹജിലാണ് എന്നിങ്ങനെ ഏത് രൂപത്തിലായാലും ആ രൂപത്തിലുള്ള കേവലം ഒരു ബഡായിയോ കേവലം ആ രൂപത്തിലുള്ള ആത്മവിശ്വാസമോ പ്രഖ്യാപിച്ചതിന്റെ പേരിൽ നിങ്ങളെ പരീക്ഷിക്കാതെ വെറുതെ അങ്ങ് വിട്ടുകളയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? എങ്കിൽ ആശ്വാസം നിങ്ങൾക്ക് വേണ്ട, ലളിതമായ ചിന്തകൾ നിങ്ങൾക്ക് വേണ്ട. കാരണം വലക്കത് ഫത്തന്നല്ലദീന മിൻ ഖബലിഹിം ഫലയഅലമന്നല്ലദീന സദഖൂ വലയഅലമന്നൽ കാദിബീൻ. നിങ്ങൾക്ക് മുമ്പുള്ളവരെയും നാം അത്തരത്തിൽ ശക്തമായി പരീക്ഷണത്തിന്റെ തീച്ചൂളകളിലൂടെ കൊണ്ടുപോയിട്ടുണ്ട്. അവരിൽ ആരാണ് സത്യസന്ധന്മാരെന്നും ആരാണ് വ്യാജവാദികളെന്നും അല്ലാഹു തആല പരിശോധിക്കുന്നുണ്ട് എന്നാണ്. അപ്പോൾ അത്തരത്തിലൊരു പരീക്ഷണം ഇവിടെ നടക്കുമ്പോൾ അല്ലാഹ് ഫിർഖത്തുൻ നാജിയ എന്ന് പറയുന്ന വിജയിക്കുന്ന സംഘത്തിൽ നീ എന്നെയും എന്റെ ഭാര്യയെയും എന്റെ മാതാപിതാക്കളെയും എന്റെ ആദർശ ബന്ധുക്കളെയും റബ്ബേ നീ അംഗമാക്കണേ നാഥ. ഈ മഹത്തായ ദൗത്യം ചരിത്രപരമായി ഏറ്റെടുത്ത ആളുകളാണ് ഞങ്ങൾ. പക്ഷേ ഞങ്ങൾക്ക് ഇതിന് യോഗ്യതയില്ലെങ്കിൽ നീ ഞങ്ങളിൽ നിന്ന് മാറ്റി അർഹതപ്പെട്ടവരിലേക്ക് കൊടുക്കുമല്ലോ റബ്ബേ. അങ്ങനെ ഞങ്ങളെ അർഹതയില്ലാത്തവരാക്കി മാറ്റല്ലേ റബ്ബേ. മൂല്യബോധമുള്ള ഒരു സംഘമാക്കി, മൂല്യബോധമുള്ള ഒരു സമൂഹമാക്കി ഞങ്ങളെ നീ മൊത്തത്തിൽ മാറ്റണേ അല്ലാ എന്ന് ആത്മാർത്ഥമായി നാം പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. ഇൻഷാ അല്ലാ അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടാകും. അതുകൊണ്ട് ഇതിനാരും ഒരു വിഘടന പ്രവർത്തനമായിട്ടോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് മീറ്റിംഗ് ആയിട്ടോ അല്ലെങ്കിൽ മനസ്സുകൾ തമ്മിൽ ഭിന്നിച്ച് ചേരിതിരിച്ച് കൊണ്ടുപോകാനുള്ളതല്ല. മറിച്ച് ഈ കൃത്യമായ ലക്ഷ്യബോധത്തിലേക്ക് സ്വതന്ത്രമായ സലഫി ദഅവത്ത് ഇവിടെ നടക്കാൻ സംഘടനാ വേലിക്കെട്ടുകളില്ലാത്ത വിധം, ആ രൂപത്തിലുള്ള ഒരു സവർണ മേധാവിത്വമില്ലാത്ത വിധം അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ കൂട്ടായ്മയിൽ കൃത്യമായ മൻഹജും അഖീദയുമുള്ള ഒരു നേതൃത്വവും അതുപോലെ തന്നെയുള്ള ഒരു ദാഇ പ്രബോധകന്മാരും അങ്ങനെ അതിലൂടെ വിശുദ്ധ ജീവിതം നയിച്ച് സമൂഹം വാർത്തെടുക്കപ്പെടുന്ന നല്ലൊരു കൂട്ടായ്മയും ഇവിടെ ഉണ്ടാകണം. അപ്പോഴാണ് മൂല്യബോധമുള്ള മുഅ്മിനുകൾ ഇവിടെ ഉണ്ടാവുക. അതിനുവേണ്ടിയുള്ള ഒരു പരിശ്രമം മാത്രമാണ്. അത് കൃത്യമായ പ്രമാണത്തിനധിഷ്ഠിതമായ സലഫി ഉലമാക്കൾ പറഞ്ഞ നിർദ്ദേശപ്രകാരമുള്ളതല്ലാത്ത വേറെ യുക്തിചിന്തയോ മറ്റു ചിന്താധാരകളോ ഒന്നും ഇവിടെ അവതരിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് നാം ഓരോരുത്തരും പഠിക്കുക. ദഅവ രംഗത്തുനിന്ന് ഒരു ഇഞ്ച് പോലും പുറകോട്ട് പോകാതെ ശക്തമായ ദഅവത്തുമായി നാം മുന്നോട്ട് പോവുക. പ്രത്യേകിച്ച് നമ്മുടെ നാടുകളിലൊക്കെയുള്ള ഖബറ പ്രഭാഷണങ്ങൾ അത് ഈ ദഅവ മേഖലയിലെ ഒരു വലിയ ഒറ്റമൂലി തന്നെയാണ്. അതിനാരും ഇവർ പ്രസക്തി കുറച്ചിട്ടില്ല. സ്ക്വാഡ് വർക്കുകളും മറ്റു തരത്തിലുള്ള ദഅവത്തുകളും വളരെ അത്യാവശ്യമാണ്, അതും നടത്തേണ്ടതുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള പ്രഭാഷണങ്ങൾ നമ്മൾ നടത്തണം. ആരോഗ്യകരമായ ഖണ്ഡനങ്ങളും മറുപടി പ്രസംഗങ്ങളും ഒക്കെ ഇസ്ലാമികം തന്നെയാണ്. അതിനെ ആരും ഇവിടെ എതിർത്തിട്ടില്ല, അവഗണിച്ചിട്ടില്ല. അതെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഒത്തുകൂടൽ സ്വാലിഹായ അമലായി നമുക്ക് കബൂൽ ചെയ്തുമാറാകട്ടെ. നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ അല്ലാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിലും പരസ്പരം ഒരുമിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു തആല നമുക്ക് നൽകുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. اللهم صل على محمد وعلى ال محمد. اقول قولي هذا استغفر الله لي ولكم واستغفر للمسلمين من كل ذنب انه هو الغفور الرحيم. السلام عليكم ورحمه الله وبركاته. ഇനി നിങ്ങൾ ഈ ദൗത്യം ഏറ്റെടുത്ത് നിങ്ങൾക്കിത് ബോധ്യം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. ആളുകളെ തെറ്റിദ്ധാരണയിലാക്കിയ ഒരുപാട് പ്രചരണങ്ങൾ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഒക്കെ നിജസ്ഥിതി ഇവിടെ വിവരിക്കാൻ സാധിച്ചിട്ടില്ല. എന്റെ വാക്കിലോ എന്റെ വിവരണ ശൈലിയിലോ ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവരോട് ക്ഷമ ചോദിക്കുകയാണ്. നമ്മൾ ആരെയും കുറ്റപ്പെടുത്തണമെന്നോ അപ്പുറത്ത് നിൽക്കുന്ന ആരെയെങ്കിലും അപമാനിക്കണമെന്നോ നമുക്ക് ഉദ്ദേശമില്ല. കാര്യങ്ങൾ വ്യക്തമായി ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തണം എന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. നസീഹത്ത് കൈവിടാതെ ഇനിയും ഇതുമായി മുന്നോട്ട് പോകണം എന്നു തന്നെയാണ് നാം ആഗ്രഹിക്കുന്നത്. നാം ചർച്ചയ്ക്ക് വേണ്ടി
സമർപ്പിച്ചിട്ടുള്ള ഈ വിഷയങ്ങൾ നസീഹത്തോടെ ചർച്ച ചെയ്താൽ അത് മുസ്ലിം കേരളത്തിന് വലിയ ഉപകാരമുണ്ടാക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഈ എളിയ നിർദ്ദേശങ്ങൾ നിങ്ങളും മറ്റുള്ളവരോട് പങ്കുവെക്കണമെന്നും ഇവിടെ കിട്ടുന്ന കാസറ്റുകൾ നിങ്ങൾ സ്വസ്ഥമായിരുന്ന് കേട്ട് വിഷയങ്ങൾ പഠിക്കണമെന്നും